हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു എല്ലാവരും? പറയൂ, എല്ലാവരും സുഖാണോ? അല്ലേ? എന്താണ് വിശേഷം? ഏകാദശിയൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടോ? ദാമോദര മാസത്തിലെ ആരതി എല്ലാവരും ചെയ്യുന്നുണ്ടോ? ദാമോദര അഷ്ടകം ജപിക്കുന്നുണ്ടോ? ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ദാമോദര അഷ്ടകം, എല്ലാരും വായിച്ചില്ലേ? എല്ലാവരും വായിക്കുക. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാണ്. ദാമോദര മാസത്തെ കുറിച്ചൊക്കെ ഉള്ള വിശേഷങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിൽ കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വായിക്കണം. വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ഗ്രൂപ്പിൽ വരുന്നു, ഞങ്ങൾ അതെല്ലാം നോക്കുന്നു എന്ന ഭാവത്തിൽ വിട്ടു പോകരുത്. കൃത്യമായി വായിക്കുക. അത് നിങ്ങളുടെ മുമ്പിലേക്ക് സുഖമായിരിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഒരുപാട് വായിച്ചും പഠിച്ചും വീണ്ടും വീണ്ടും അതേക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തും വീണ്ടും ഒരു ഫൈനലായിട്ട് എന്താ പറയുക ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ റൈറ്റപ്സ് എത്തുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, ജ്ഞാനമഞ്ജരി, പ്രഭാതമഞ്ജരി, ഗുരുമഞ്ജരി, ക്ഷേത്രമഞ്ജരി ഇതൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അറിവുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മഞ്ജരീസിന്റെ പ്രധാന ദൗത്യം. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം കേട്ടോ. നിങ്ങളും വായിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം. അതിന്റെ ഇടയിൽ ഞാനൊരു ചെറിയ 2 ലൈൻസ് ഇട്ടിട്ടുണ്ട്. എന്താണ്, ഇങ്ങനെ നമ്മുടെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജിന് പകരം ഇത് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാൻ. അതുകൊണ്ട് അത് വളരെ നിർബന്ധമാണ്. അത് വളരെയധികം വ്യക്തതയോടുകൂടി കുറച്ചും കൂടെ ഡാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതപ്പം ഇത് റിപ്പീറ്റ് ആണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരിക്കലും അത് ഇത് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യരുത്. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, അത് എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക. ഭക്തി പ്രചരിപ്പിക്കാനുള്ളതാണ്, പ്രചരണമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ നമ്മുടെ അന്നദാനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ഇനിയും കുറച്ചൊക്കെ കൊടുക്കാനുണ്ട്. അപ്പം അതില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ശൂരസംഹാരം വരുന്നില്ലേ സ്കന്ദഷഷ്ടിക്ക്. അപ്പോ മഞ്ജരീസ് ഒരു 1001 അന്നദാനം നൽകുന്നുണ്ട്. ഭഗവാന്റെ 6 വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടില്, ദേവസേനാപതിയായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏതെങ്കിലും ഒരു വീട്ടില് 1001 അന്നദാനം നൽകുന്നുണ്ട്. അതും ശൂരസംഹാരത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ എന്നുള്ളതൊക്കെ കുഞ്ഞൂസ് അപ്പോ അതെല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അന്നദാനാണ് അല്ലെ? അപ്പൊ അത് മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അന്നദാനം ചെയ്യുന്തോറും ഭഗവാൻ നമ്മൾക്ക് ഒത്തിരി അനുഗ്രഹം നൽകും. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കലിയുഗത്തിൽ മാക്സിമം നമുക്ക് ഉയർന്നു വരണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. ആ കാരുണ്യത്തിനായിട്ട് നമ്മൾ സേവനം ചെയ്യണം. ഓക്കെ, ഒത്തിരി പേര് ചോദിച്ചു എനിക്ക് സുഖമാണോ എന്ന്. ഭഗവാന്റെ കാരുണ്യം, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ പോകുന്നു. കുറച്ച് ജോലിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഇന്നിപ്പം നാളെ ഇനിയിപ്പോൾ എന്തായാലും ക്ലാസ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. മറ്റന്നാളെ ഇനി ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇടയ്ക്കൊന്ന് സ്കിപ്പ് ആവുന്നത് കുറച്ച് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ബിസി ആവുന്നത് കൊണ്ട് 8:30 ടൈമിനൊന്നും ഞാനിവിടെ എത്താറില്ല. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ, ഞാൻ എപ്പോൾ ഫ്രീ ആയിരിക്കണോ അപ്പോഴെല്ലാം ക്ലാസ് എടുത്തിരും എന്ന് കരുതിയിട്ട് ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതല്ല. കർമ്മം ചെയ്യാൻ ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ ആരും തന്നെ സന്യാസികളല്ല. അപ്പൊ നമ്മളൊക്കെ എന്താണ്, ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പം ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന നമ്മൾക്ക് എപ്പോഴും കർമ്മം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇടയ്ക്കൊന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ക്ലാസ്സുകളെല്ലാം കേൾക്കുക.
പിന്നെ ഫേസ്ബുക്കിന്റെ പുതിയ നിയമം അനുസരിച്ചിട്ട് ഒരു 30 ദിവസമോ 90 ദിവസമോ കഴിയുമ്പം ഫേസ്ബുക്ക് തന്നെ അതിലുണ്ടായിരിക്കുന്ന പഴയതെല്ലാം തന്നെ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ട് മാക്സിമം അപ്ഡേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും മഞ്ജരീസിന്റെ പേജ് ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും കാരണത്താൽ ഞാൻ ലൈവ് ക്ലാസ് എടുക്കുമ്പോഴോ ലൈവ് അന്നദാനം വരുന്ന സമയത്തോ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ ലിങ്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ തന്നെയും നോട്ടിഫിക്കേഷൻ വരും. അതിനാണ് ഞാനത് ചെയ്യാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് മെയിൽസിനും ഫീമെയിൽസിനുമായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതൽ അറിവുകൾ നമ്മൾ കൊടുക്കുന്നത് റൈറ്റപ്സിന്റെ രൂപത്തിൽ. ഒരു തരത്തിലുള്ള ഇമേജസും നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാറില്ല. 2 ഓഡിയോസ് മാത്രമേ വരൂ, രാവിലെയും വൈകിട്ടും ഗാനമഞ്ജരിയിൽ ഭഗവാന്റെ 2 കീർത്തനങ്ങൾ. അപ്പം അല്ലാതെ നമ്മളൊന്നും കൊടുക്കില്ല, കാരണം ഗാലറി ഫില്ലാവരുത് എന്ന് ഓർത്തിട്ട്. ബാക്കിയെല്ലാം എഴുതിയിട്ടാണ് ഇടുന്നത്. ക്ഷേത്രങ്ങളെ കുറിച്ചും വിവിധ തരത്തിലുള്ള എന്താ പറയാ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചും അതുപോലെ ഭക്തിയുടെ കാര്യങ്ങളും ഓരോരോ ഭാരതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അല്ലെ. ഗുരുക്കന്മാരുടെ കാര്യങ്ങളും എന്ന് വേണ്ട ഹൈന്ദവപരമായിരിക്കുന്ന എല്ലാ അറിവുകളും നമ്മൾ കൂടുതൽ റൈറ്റപ്സോട് കൂടി കൊടുക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ആരെയും ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ആഡ് ആവാൻ വേണ്ടിയിട്ട് 9342494941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നൽകുക. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ആരെങ്കിലും നമ്മുടെ അഡ്മിൻസോ ആരെങ്കിലും ഒന്ന് നമ്മുടെ മഞ്ജരീസിന്റെ നമ്പർ ടൈപ്പ് ചെയ്തിടുക. അപ്പം ആ നമ്പറിലേക്ക് ഫേസ്ബുക്കിന്റെ മുകളിൽ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നൽകുക. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എത്ര പേർക്ക് ഓർമ്മയുണ്ട് നമ്മൾ ലാസ്റ്റ് ഭഗവത്ഗീത യഥാരൂപത്തില് ഏതാണ് ക്ലാസ് എടുത്തത് എന്നുള്ളത്, ഏത് അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് അധ്യായമാണ് പഠിക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അയ്യോ, ക്ലാസ് ഒക്കെ കുറെ ദിവസമായി കണ്ടിട്ട് മാതാജിയും ബിസി ആയിരുന്നു. ഞങ്ങളും പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പം അധ്യായം ഒന്നും ഓർമ്മയില്ല എന്നാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഓർത്ത് പറയോ ഏത് അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്? ആർക്കും ഓർമ്മയില്ല? ഇല്ല? ഉണ്ട്. എവിടെ? ടൈപ്പ് ചെയ്തിടൂ. ഏത് അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പറ, ഏത് അധ്യായം? വളരെ മോശം കേട്ടോ. ഞാൻ കുറച്ചു ദിവസം ക്ലാസ് എടുത്തില്ല എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും അധ്യായമൊക്കെ മറന്നുപോയി. വിശ്വരൂപം. എക്സാക്ട്ലി. നമ്മള് ഭഗവത്ഗീത യഥാരൂപത്തിലെ വിശ്വരൂപം, ഭഗവാന്റെ എല്ലാ എന്താ പറയാ സമസ്തവും ഭഗവാനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിശ്വരൂപം ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുക്കുന്ന വിശ്വരൂപം കഴിഞ്ഞിട്ടില്ല കുഞ്ഞാ. അയ്യോ, അത് അച്ഛനായിരുന്നു, ക്ഷമിക്കണം. ഞാൻ പാർത്ഥസാരഥിയാന്ന് കരുതി. അപ്പൊ നമ്മള് അല്ല, പാർത്ഥസാരഥി തന്നെ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ വിശ്വരൂപമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വരൂപത്തില് അധ്യായം 10 ശ്ലോകം 34. എപ്പോ എത്തി 34ലൊക്കെ? വിശ്വരൂപം 34ലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു 34ലൊക്കെ എത്തിയെന്ന്? പ്രസന്നാമേ, എവിടെയാണ് 34 എത്തിയത്? ചാൻസേ ഇല്ല. 4, അധ്യായം 4ലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി 4ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി വിശ്വരൂപം പഠിക്കാനില്ല സുധാമ. വിശ്വരൂപം തുടങ്ങി നമ്മൾ അധ്യായം 4ലേക്കാണ് പോകുന്നത്. ശ്ലോകം 4ലേക്കാണ്. അപ്പൊ 4 എന്താണ് ഭഗവാൻ പറയുന്നത്? മനസ്യേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തഥോമേ ത്വം ദർശയാത്മന വമ്യയം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല്, പ്രഭോ, അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ അലയോ സർവയോഗേശ്വര ദേവായ നിസ്ലീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണേ എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം, അതിലൊരു അന്തരാർത്ഥം ഉണ്ട്. എന്താണെന്നറിയാമോ? അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള കരുത്ത് എനിക്ക് ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, ഇത് സാധാരണഗതിയിൽ എല്ലാവരും അങ്ങ് വായിച്ചു പോകും. പക്ഷെ അതിന്റെ അന്തരാർത്ഥം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ അർജുനൻ പറയുന്നു, അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള കരുത്ത് എനിക്ക് ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ അങ്ങ് കരുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് എല്ലാം അറിയാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
കാരണം എന്താ, നമ്മൾ പറയൽ എന്താ, എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് പറ്റും, ഞാൻ ചെയ്യും, ഞാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഇതാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷെ ഇവിടെ അർജുനൻ പറയുന്നു, അങ്ങ് കരുതുന്നുവെങ്കിൽ, അതായത് ഭഗവാൻ എന്താണ്, ഭഗവാൻ അറിയാം എനിക്കത് കാണാനുള്ള കരുത്തുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതായത് സമസ്തവും ഭഗവാൻ അറിയും എന്നാണ് ആ ഒരു കുഞ്ഞു വേടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ വാക്കാണെങ്കിലും അതിന് വലിയ അർത്ഥമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ, അങ്ങേക്ക് അത് ഉറപ്പുണ്ട് എങ്കിൽ, അങ്ങേക്ക് അത് അറിയാമെങ്കിൽ, എനിക്ക് അറിയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കാരണം അർജുനൻ പറയുന്നു, എനിക്ക് ഉറപ്പില്ല ഭഗവാനെ, എനിക്ക് അത്രയ്ക്കും അറിവില്ല, എനിക്ക് ഉറപ്പുമില്ല, എനിക്ക് വിശ്വാസവുമില്ല. പക്ഷെ അങ്ങേക്കറിയാം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അപ്പൊ അവിടെ ഉയർത്തി നിൽക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പൊ അർജുനന്റെ അതേ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. എങ്ങനെയാ മാറേണ്ടത്? നമ്മൾക്ക് എന്ത് സാധിക്കും എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ഭഗവാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അങ്ങേക്ക് ഉറപ്പുണ്ട്, എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള ധൈര്യം, കരുത്ത് അത് എനിക്കുണ്ട് എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് എന്ത് ചെയ്യണം? ആ നിസ്ലീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തന്നാലും എന്നാണ് അർജുനൻ പറയുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ, നമ്മുടെ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാനെ ഭൗതികേന്ദ്രിയങ്ങളാൽ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ആർക്കും സാധിക്കയില്ലെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ഭഗവാനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, എന്റെ കൃഷ്ണനെ എനിക്കറിയാം, എന്റെ ഭഗവാൻ എന്നെ അറിയാം. ഇതൊക്കെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുക, ഭഗവാനെ ഭൗതിക ഇന്ദ്രിയങ്ങളാൽ, നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നമ്മുടെ മറ്റൊരു തരത്തിലുള്ള ഭൗതികമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ ആർക്കും സാധിക്കില്ല. ഒരാളെ കൊണ്ടും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താ, നമ്മളെല്ലാം മെറ്റീരിയലിസ്റ്റിക് വേൾഡിലുള്ള ആളുകളാണ്. നമ്മൾ ആരും അതീന്ദ്രിയമായിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആവശ്യങ്ങൾ ഉണ്ടാവില്ല, പരാതികൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു വളരെയധികം ഒരു സ്മൂത്തായ മൈൻഡിലൂടെ നമ്മൾ കടന്നുപോകും. നമുക്ക് വിഷമങ്ങളും ഇല്ല, സന്തോഷങ്ങളും ഇല്ല. വലിയ വലിയ യോഗിമാരെ കണ്ടിട്ടില്ലേ, അവരൊന്നിനോടും പ്രതികരിക്കില്ല. അവർക്ക് എന്താണ്, അവരെപ്പോഴും ഭഗവാനെ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു വിരഹത്തെ താങ്ങിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമ്മുടെ കിഷോർദാസ് ബാബ മഹാരാജിനൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ തിരിച്ചു പോകാം, ഇതേക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ ചിന്ത. മറ്റൊന്നിനും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ്, അയ്യോ എത്ര പേര് ഓണം ബമ്പർ എടുത്തിട്ടുണ്ട്, എത്ര പേര് ഓണം ബമ്പർ എടുത്തിട്ട് പത്രത്തിൽ നോക്കിയിട്ടുണ്ട്, എനിക്കടിക്കോ എന്ന്. അത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഒരാഗ്രഹമാണ്. അത്ര പോലും ആഗ്രഹങ്ങൾ ഇല്ലാത്തവരാണ് ഉയർന്ന ഭക്തരെന്ന് പറയുന്നത്. അവരെപ്പോഴും ഭൗതികതയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവരെപ്പോഴും ആധ്യാത്മികമായിട്ട് ഉയരാൻ മാത്രം ശ്രമിക്കുന്നവരാണ്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പൂർണ്ണമല്ല. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഭഗവാനെ കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ആദ്യം മുതൽ തന്നെ പ്രേമപൂർണമായിരിക്കുന്ന ഒരു അതീന്ദ്രിയ സേവനം നിർവഹിച്ചു പോരുന്ന ഭക്തന് മാത്രമാണ് ഭഗവാന്റെ ദർശനം സിദ്ധിക്കുന്നത്. എന്താണ് പ്രേമപൂർണമായിരിക്കുന്ന ഒരു സേവനം എന്ന് പറയുന്നത്? നമ്മൾ ഭഗവാന് ഡെയിലി വിളക്ക് വെക്കുന്നു, ആരതി വെക്കുന്നു, നിവേദ്യം വെക്കുന്നു. അപ്പൊ ഒരു ദിവസം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭഗവാൻ പിണങ്ങുന്നു. ഭഗവാന് നമ്മൾ കിട്ടുന്നതിന്റെ എല്ലാം സമർപ്പിക്കുന്നു. അതും ഒരു ഭഗവാനോടുള്ള ഒരു ഇഷ്ടം, ഭഗവാനോടുള്ളൊരു സ്നേഹം. ഓക്കെ, അതിലും മുകളിലാണ് ഭഗവാന്റെ സേവനം എന്ന് പറയുന്നത്. എന്താ ഭഗവാന്റെ സേവനം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗീത ഭഗവാൻ യുഗങ്ങൾക്ക് മുമ്പ് ഉപദേശിച്ചതാണ് അല്ലെ? പക്ഷെ അതെല്ലാം തന്നെ പാതി വഴിയില് നിന്നുപോയി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? വീണ്ടും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനന് ഉപദേശിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കലിയുഗത്തിൽ വരുന്ന നമ്മളെ പോലെയുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഭഗവാന്റെ ശബ്ദം, ഭഗവാന്റെ വാക്കുകൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രചരണമാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. അപ്പൊ ആ പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള കുറേ പേജുകളുണ്ട് അല്ലെ? അപ്പൊ ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളും ലോകത്തിന് മുമ്പിലേക്ക് എത്തിച്ചു നൽകി ഈ ഒരു ബന്ധപ്പാടിൽ ജീവിക്കുന്ന എല്ലാ ജീവാത്മാക്കളെയും ഭഗവാന്റെ സമക്ഷത്തിലേക്ക്, പരമാത്മാവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ദൗത്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ജീവാത്മാക്കളെയും അടുപ്പിക്കണം. ഇപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മളെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പഠിക്കുകയാണ്.
അപ്പോൾ അവർക്ക് മാത്രം നാട്ടിലേക്ക് വരാൻ ഒരു ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കും, അവരൊരുപാട് വിഷമിക്കും. അപ്പൊ അതിന് ഒരു പ്രതിനിധിയായി, ഒരു സഹായിയായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സഹായം ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ. അവരെ എന്നും നമ്മൾ സ്നേഹത്തോടു കൂടി അംഗീകരിക്കും. അപ്പൊ അതുപോലെ ഭഗവാനിൽ നിന്ന് വന്ന ജീവാത്മാക്കളായിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളും ഭഗവാനെ അറിയാത്ത കുറെ ജീവാത്മാക്കൾ അലഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ അവരെ, ഭഗവാനെ അറിയാത്ത വ്യക്തികളെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ദൗത്യമാണ് പ്രചരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രീച്ചിങ് എന്ന് പറയും. അപ്പൊ ഈ പ്രചരണത്തിന്റെ ഭാഗം നമ്മൾ എങ്ങനെയാവും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ നമ്മളൊരു സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ പല 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 ആളുകളിലേക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഷെയർ ചെയ്യുമ്പം ഒരിക്കൽ അവർ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൈറ്റപ്സോ എന്തെങ്കിലും അവരെ കയ്യിൽ കിട്ടുന്നത്. ഒന്നും വേണ്ട, നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, ഒന്ന് ടെൻഷൻ അടിച്ച് ബോറടിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നീ ഒന്നും വിഷമിക്കരുത്, ഭഗവാനാകുന്ന ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വേഡിങ്സ് നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്കൊന്ന് പ്രചോദനം ലഭിക്കാൻ അല്ലെ. ഉടനെ നമ്മൾ ഡെസ്പായിരിക്കുന്ന നമ്മൾ എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ അത്രയും ശക്തിയുണ്ട് ഭഗവാന്റെ വാക്കുകൾക്ക് എന്ന് മനസ്സിലാക്കുക. അതെ, ഭക്തിയുത സേവനം, ഭഗവാന്റെ വാക്കുകൾക്ക് അത്രയേറെ ശക്തിയുണ്ട്. അപ്പൊ ആ വാക്കുകൾ നമ്മളിലേക്ക് എത്തണം. നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ അറിയാത്ത ജീവാത്മാക്കളിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതിനെയാണ് പ്രചരണം എന്ന് പറയുന്നത്. അങ്ങനെ കേട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നൊരു വലിയ ഫാമിലിയായി മാറിയിരിക്കുന്നത് അല്ലെ. ഈ ഫാമിലിയിൽ വന്ന പലരും നോൺ വെജ് ആയിരുന്നു. പലരും ഉള്ളി, വെളുത്തുള്ളി, ചായ, കാപ്പി ഇതൊന്നും ഉപേക്ഷിക്കാതെ അങ്ങനെ ഒരു വല്ലാത്ത ലോകത്തിരുന്ന ആളുകളായിരുന്നു. ഇന്നിപ്പം നമ്മുടെ മുമ്പിൽ വെച്ച ഒരാൾ നമുക്ക് ഇഷ്ടപ്പെട്ട നോൺ വെജ് കഴിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മുടെ മനസ്സ് മാറില്ല. കാരണം എന്താ? നമ്മൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഭഗവാനിലേക്ക് നമ്മൾ എത്താനുള്ള നിമിഷം നോക്കിയിരിക്കുകയാണ്. നമ്മൾ ജപിക്കുന്നു, വായിക്കുന്നു, കേൾക്കുന്നു, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാനിലേക്ക് അടുക്കുകയാണ്. ഇത് ഒരു പ്രചരണത്തിന്റെ ഭാഗമായി ആരോ മൂലം നമ്മൾ എത്തിപ്പെട്ടതാണ് ഈ ഫാമിലിയിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഒരുപാട് അനേകായിരം ജീവാത്മാക്കളെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഭഗവാൻ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആ പ്രചരണമാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന, പ്രേമപൂർണമായിരിക്കുന്ന അതീന്ദ്രിയ സേവനം എന്ന് പറയുന്നത്. ആ സേവനം നിർവഹിച്ചു വരുന്ന ഭക്തൻ ആരാണോ അവർക്ക് ഭഗവാന്റെ ദർശനം സിദ്ധിക്കുമെന്ന് ഗീതയിൽ വിശ്വരൂപത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഓരോ ജീവനും ആത്മീയ സ്ഫുലിംഗമത്രേ എന്ന് പറയും. ഓരോ ജീവനും ആത്മീയ സ്ഫുലിംഗമത്രേ. എല്ലാ ജീവാത്മാക്കളിലും എന്തുണ്ട്? കേട്ടോ, എല്ലാ ജീവാത്മാക്കളിലും എന്താ ഉള്ളത്? തിരുമേനി ക്ലാസ്സിലാണ്, കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. അപ്പൊ എല്ലാ ജീവാത്മാക്കളിലും എന്താ ഉള്ളത്? ആത്മീയതയുണ്ട്. ചില ആളുകൾ പറയൽ എന്താ? എന്നെ വിഷമിപ്പിച്ചാൽ ഭഗവാൻ ചോദ്യം ചെയ്യും, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്. അങ്ങനെയല്ല, എല്ലാവരിലും ഉണ്ട് ആത്മീയത, എല്ലാവരിലും ആത്മീയതയുണ്ട്. അപ്പൊ ഈ ആത്മീയത നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ നമ്മുടെ പഴയ ആചാരമാണ് നമസ്തേ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നല്ല, നമസ്തേ. ആ നമസ്തേ എന്താണ്? നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എല്ലാ ജീവാത്മാക്കളിലും ഭഗവാനുണ്ട്. അപ്പൊ ആ ആത്മീയത നമ്മൾ തിരിച്ചറിയണം. നമ്മളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ആ ആത്മീയത ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? നമ്മൾ നോൺ വെജ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊരു ആത്മീയമായിരിക്കുന്ന ഒരു ഡിസിപ്ലിനോട് കൂടി ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മീയമായിരിക്കുന്ന വെളിച്ചം കൂടുതൽ കൂടുതൽ പ്രകാശമായിട്ട് വരും. അങ്ങനെ പ്രകാശിതമാവുന്ന സമയത്ത് എല്ലാ നെഗറ്റീവ്സിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരും. നമുക്ക് യാതൊരുവിധ നെഗറ്റീവ്സിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ ജീവാത്മാക്കളും ഓരോ ജീവനും ആത്മീയ സ്ഫുലിംഗമത്രേ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിനാൽ കൃഷ്ണനെ കാണാനോ അറിയാനോ ഒന്നിനും നമുക്ക് എന്താണ് ബുദ്ധിമുട്ടില്ല. നമ്മൾ നമ്മുടെ ആത്മീയത ഉയർത്തിക്കൊണ്ടുവരണം. ഉയർത്തി വന്ന് അതീന്ദ്രിയ സേവനം ചെയ്ത്, ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഭഗവാനെ കാണാനും അറിയാനും എല്ലാം നമുക്ക് സാധിക്കും. ഭക്തനായിരിക്കുന്ന അർജുനൻ തന്റെ ചിന്താശക്തിയെ എല്ലാം ആശ്രയിക്കുന്നത്. നമ്മളാണെങ്കിലോ കുറെ ചിന്തിച്ചു കൂട്ടും, എന്നിട്ട് നമ്മളൊരു വലിയൊരു കഥ മെനയും. ആ കഥയിലൂടെ നമ്മൾ അങ്ങ് ജീവിച്ചു പോയിട്ട് അവിടെ ശരിയെന്ന വ്യക്തി നമ്മളായിട്ട് മാറും. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ പോയിന്റ് ഔട്ട് ചെയ്യും. ഇതൊന്നും വേണ്ട. ചിന്തകളിലേക്കൊന്നും നമ്മൾ കൂടുതൽ കടന്നു കയറി നമ്മൾ ചിന്തിക്കേണ്ട. അപ്പൊ ഇവിടെ എന്താ പറയാന്ന് വെച്ചാല്, അർജുനൻ തന്റെ ചിന്താശക്തിയെ എല്ലാം ആശ്രയിക്കുന്നത്. പിന്നെയോ തനിക്ക് ജീവാത്മാവെന്ന നിലയിലുള്ള പരിമിതികളെയും കൃഷ്ണന്റെ വിലമതിക്കാനാവാത്ത മഹത്വത്തെയും അദ്ദേഹം അറിയുന്നുണ്ട്. നമുക്ക് എന്താണ്? അർജുനൻ എന്താ ചെയ്യുന്നത്?
തനിക്ക് ജീവാത്മാവ് എന്ന നിലയ്ക്ക്, നമ്മളെല്ലാവരും ഒരു ജീവാത്മാവാണ് അല്ലെ, അപ്പൊ നമ്മള് ജീവാത്മാവ് എന്ന നിലയ്ക്ക് പരിമിതികളുണ്ട് നമുക്ക്. ഇപ്പൊ ഒരു 5 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടെന്ന് നമ്മൾ പറയും, പക്ഷെ 5 കിലോമീറ്റർ ദൂരത്ത് പോട്ടെ, 1 കിലോമീറ്റർ അപ്പുറത്ത് എന്താണുള്ളത് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പരിമിതികളുള്ളതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് പരിമിതികളുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ജീവാത്മാവ് എന്ന നിലയിലുള്ള പരിമിതികളെയും കൃഷ്ണന്റെ വിലമതിക്കാനാവാത്ത മഹത്വത്തെയും, നമുക്ക് ഭഗവാന്റെ മഹത്വം എന്താന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനും കഴിയില്ല, അതിനൊരു വില നിശ്ചയിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പൊ ഭഗവാന്റെ വിലമതിക്കാനാവാത്ത മഹത്വത്തെയും അദ്ദേഹം അറിയുന്നുണ്ട്. ആര്? അർജുനൻ. നമ്മളും അതുപോലെ അറിയണം. നിസാരമായിട്ട് ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ പോയി ഭഗവാനെ ഞാനൊരു കിലോ വെണ്ണ തരാം, എനിക്ക് ഇത് തരണേ എന്ന് ചോദിക്കുന്ന ഒരു ബിസിനസ് ഉടമ്പടി ആവരുത് എന്ത്? ഭഗവാനും ഭക്തനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിരില്ലാത്ത അപ്രമേയനെ മനസ്സിലാക്കാൻ ഒരു ജീവാത്മാവിനെ കൊണ്ട് സാധിക്കില്ലെന്നും അർജുനൻ അറിയാം അല്ലെ. ഭഗവാനെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഭഗവാൻ ഏത് സമയത്ത്, എങ്ങനെ, എപ്പോ, എവിടെ, ആര്, എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഭഗവാൻ നമ്മളിലേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ അറിയാം നമ്മൾക്കൊരു കാര്യം തരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾക്ക് തരും. നമ്മൾ അതിനു വേണ്ടി കെഞ്ചിച്ച് യാചിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാം നമുക്ക് എന്ത് വേണമെന്ന്. പൂന്താനം തിരുമേനിയെ പോലെയുള്ള മഹത് ഭക്തരൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. കൂറൂരമ്മയൊക്കെ അതിന് ഉദാഹരണമാണ്. എത്രയോ വേദനകൾ അനുഭവിച്ചാലും അവരൊന്നും ഭഗവാനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഭഗവാനെ തൃപാദങ്ങളിൽ എന്നും ഒരു പുഷ്പം വെക്കാൻ മാത്രം, അദ്ദേഹത്തിനൊരു എന്തെങ്കിലും ഒരു നിവേദ്യം വെക്കുക, അത് മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് അവർ ചെയ്യും ചെയ്ത്, ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാവും ചെയ്ത്. അപ്പോ അപ്രമേയൻ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്തുമ്പോഴേ അതിന്റെ യഥാർത്ഥ ഭാവം ഒരാൾക്ക് സ്പഷ്ടമാവുകയുള്ളൂ. ഭഗവാൻ കനിയണം നമ്മളില്. ഭഗവാന് തോന്നണം ഞാൻ ഇവരിൽ കനിയണം, ഞാൻ ഇവർക്ക് ഇത് നൽകണം എന്ന് ഭഗവാന് തോന്നിക്കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഒരിക്കലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോ ഭഗവാൻ അചിന്ത്യ പ്രഭാവശാലിയാണെന്നതിന് കൊണ്ടാണ് യോഗേശ്വരൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ അചിന്ത്യ പ്രഭാവശാലിയാണ്. നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പോയിട്ട് ഒന്ന് നോക്കാനുള്ള യോഗ്യത പോലുമില്ല. അദ്ദേഹം എന്താണ്? നമ്മളെ ഭഗവാൻ എല്ലാവരുടെ വീട്ടിലും ഭഗവാനുണ്ട്. നമ്മൾ പുറത്തു പോകുമ്പോൾ ഭഗവാനോട് പറയാം, ഭഗവാനെ ഞാൻ ഇന്ന കാര്യത്തിന് പോണതും ഭഗവാൻ അറിയാം, പോകാൻ അനുവദിച്ചതും ഭഗവാൻ തന്നെ. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോട് പറയാം, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞാൻ ഇന്ന ആവശ്യത്തിന് പോകുന്നു, അങ്ങേക്ക് അത് ഉചിതമാണെങ്കിൽ അങ്ങ് അതെനിക്ക് നടത്തി തരാം. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത, എനിക്ക് ഉചിതമല്ലാത്ത ഒരു കാര്യങ്ങളിലേക്കും എന്നെ അയക്കാതിരിക്കുക. ഇപ്പൊ ചിലർ കുറെ ജോലിക്ക് ശ്രമിക്കും, നമ്മളുടെ ആഗ്രഹമാണ് അത് കിട്ടണമെന്ന്. പക്ഷെ ഭഗവാൻ അറിയാം അത് കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾ പറയും, ഭഗവാനെ എനിക്കൊരു വീട് വേണം. അദ്ദേഹത്തിന് അറിയാം ഇന്ന സമയത്താണ് വീട് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കും, അദ്ദേഹത്തിന് അറിയാം ഇന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കൊടുത്താൽ അത് നിലനിൽക്കും. ഒരു വിവാഹമാണെങ്കിലോ അത് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന വ്യക്തിയുമായി കഴിഞ്ഞാൽ അത് നിലനിൽക്കും. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. വൈകാതെയും നേരത്തെയും വരില്ല, കൃത്യസമയത്തെ വാസുദേവൻ വരൂ. അച്യുതൻ, ചുതിയില്ലാത്തവൻ, നാശമില്ലാത്തവനാണ് ഭഗവാൻ. മനസ്സിലായോ? അപ്പൊ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് എന്താണ്? അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യതയോടെ ചെയ്യാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യോഗേശ്വരൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. സ്വതേ അപ്രമേയനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ കനിഞ്ഞ് സ്വയം വെളിപ്പെടുത്താനാകും. അദ്ദേഹത്തിന് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ നിസ്വാർത്ഥമായിരിക്കുന്ന ഭക്തി, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഭക്തി ഭഗവാനുമായി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ കാണിച്ചു തരും. ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് അർജുനൻ കൃഷ്ണന്റെ അഹേതുമായിരിക്കുന്ന കനിവിന് അപേക്ഷിക്കുകയാണ് ഭഗവാൻ. എന്താണ് അർജുനൻ അപേക്ഷിക്കുന്നു ഭഗവാനോട്? എന്താ അപേക്ഷിക്കുന്നത്? കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്താ പറയുന്നത്, പാർത്ഥസാരഥി, അച്യുത, വാസുദേവ, മാധവ, ഭഗവാനെ, യോഗേശ്വര, ഏത് നാമത്തിൽ വേണമെങ്കിലും അദ്ദേഹത്തിനെ നമുക്ക് വിളിക്കാം അല്ലെ. അഖില കോടി ബ്രഹ്മാണ്ഡ നായക, പരമ ദിവ്യോത്തമ പുരുഷ, കണ്ണ, എങ്ങനെ വേണേലും വിളിക്കാം. അങ്ങേക്ക് എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണാനുള്ള ചങ്കൂറ്റം, ധൈര്യം, ശക്തി ഇതൊക്കെ എനിക്കുണ്ടെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് കാണിച്ചു തരും. എനിക്ക് എന്നെ കുറിച്ച് ഉറപ്പില്ല, പക്ഷെ അങ്ങേക്ക് ഒരു ഉറപ്പുണ്ട് എന്നെ കുറിച്ച് അല്ലെ. അത് ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് കാണിച്ചത്. അങ്ങേക്ക് ഇഷ്ടമില്ലേ? വേണ്ട. ഇതാണ് യഥാർത്ഥ ഭക്തി. ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, ഭഗവാന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ നമ്മൾക്കിത് വേണം, നമുക്കിത് കിട്ടണം, നമുക്കിത് വേണം, ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്തു വരിക. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക കാര്യങ്ങളും ഭഗവാൻ ശരിയാക്കി തരും. മനസ്സിലായില്ല? അപ്പൊ ആ ഭഗവാന്റെ കനിവിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നതായിരിക്കണം ഇവിടുത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആജ്ഞാപിക്കുകയല്ല. നമ്മൾ ഒരിക്കലും ഭഗവാനോട് ആവശ്യപ്പെടാനോ ആജ്ഞാപിക്കാനോ പാടില്ല. അദ്ദേഹത്തിന്റെ കനിവിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ് വേണ്ടത്. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ
ആത്മാർപ്പണം ചെയ്ത് ഭക്തി സാധനയിൽ ഏർപ്പെടുന്നവർക്ക് കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനാവുകയുള്ളൂ. തികഞ്ഞ കൃഷ്ണാവബോധം വേണം. ഒരു അഡ്ജസ്റ്റ്മെന്റ് കൃഷ്ണാവബോധം പാടില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോടൊരു കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉറച്ചു നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യം വേണ്ട, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയല്ല. നമ്മുടെ ഭഗവാന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊരു കാര്യം നമ്മളിലേക്ക് വന്നാലും നമ്മൾ വിചാരിക്കും, ഞാൻ ഇന്നിപ്പോ ഒരു ചെറിയൊരു മീൻ വറുത്തത് കഴിച്ചു, ആരും അറിയുന്നില്ല, മാതാജി എവിടെയാ? ചെന്നൈയിലാണ്. പിന്നെ മഞ്ചരീസിലുള്ള ആരും എന്റെ കൂടെ ഇല്ല. എന്റെ കൂടെയുള്ള ആളുകൾക്കൊട്ട് മഞ്ചരീസിനെ അറിയില്ല, മാതാജിനെ അറിയില്ല. എന്നാ പിന്നെ ഞാൻ ഈ മീൻ വറുത്തത് അങ്ങ് കഴിച്ചേക്കാം എന്ന് കരുതി കഴിക്കുന്നവർ ആലോചിക്കുക, ഇത് ഭഗവാൻ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാൻ ഇത് കാണുന്നുണ്ട്, ഭഗവാൻ ഇത് അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? മനുഷ്യരുടെ കണ്ണ് നമുക്ക് മൂടി വെക്കാൻ പറ്റും, ഭഗവാന്റെ കണ്ണ് നമുക്ക് മൂടി വെക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ജീവിക്കണം. ഉള്ളിലുള്ള ആത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കും. എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണാവബോധ പ്രചരണമാണ്. പ്രചരണത്തിന്റെ ഭാഗമായി ഞാൻ എല്ലാവരിലേക്കും ഭഗവാന്റെ കാര്യങ്ങൾ എത്തിക്കും. കഷ്ടപ്പെടുന്നവർക്ക് ഞാനൊരു സഹായിയായി മാറും, വേദന അനുഭവിക്കുന്നവർക്ക് ഞാനൊരു സാന്ത്വനമായി മാറും, ഒറ്റപ്പെടുന്നവർക്ക് ഞാനൊരു ആശ്വാസമായി മാറും എന്ന മനോഭാവത്തോടു കൂടി കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, യോഗം ക്ഷേമം വഹാമ്യഹ എന്ന്. നിന്റെ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ നോക്കിക്കോളും. നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് കരുതി വീട്ടിൽ ഇരിക്കാനല്ല പറയണത്. ജോലി ചെയ്യണം, റിസൾട്ട് ഭഗവാൻ തരും, അത്രയേ ഉള്ളൂ കേട്ടോ. അതിന്റെ കൂടെ ഭഗവാൻ നമുക്ക് സ്വയം പ്രത്യക്ഷനാവുകയും ചെയ്യും. ഊഹാപോഹങ്ങളുടെ സാധ്യതയെ ആശ്രയിക്കുന്നവർക്ക് ഭഗവത് ദർശനം അസാധ്യമാണ്. നമ്മൾ ഒരിക്കലും ഭഗവാന്റെ കാര്യത്തിൽ ഒരു ഊഹാപോഹം വെക്കാൻ പാടില്ല. ഭഗവാൻ വരുമോ, ഭഗവാൻ ഉണ്ടോ, ഭഗവാൻ കേൾക്കുന്നുണ്ടോ, ഭഗവാൻ അറിയുന്നുണ്ടോ, ഈ ചിന്തകളൊന്നും വേണ്ട. ഭഗവാൻ എല്ലാം അറിയുന്നു. കാലചക്രം പോലും ഭഗവാന്റെ തീരുമാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ എല്ലാം അറിയുന്നു, ഭഗവാൻ എല്ലാം കേൾക്കുന്നു. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ് പോലും ഭഗവാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഭഗവാൻ അറിയാം യഥാസമയം എന്താണ് നമുക്ക് തരേണ്ടതെന്ന്. അപ്പം കൂടുതൽ കൂടുതൽ ഊഹാപോഹങ്ങളിലൂടെ നമ്മൾ പോണ്ട. ഇനി അടുത്തതായിട്ട് ഭഗവാൻ 5ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ വാച എന്താ പറയുന്നത്? പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണകൃതീനി ച എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാൻ പറയുന്നു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ എന്ന്. ഇതിനേക്കാൾ മനോഹരമായിട്ട് എന്താ ഉള്ളത്? ഭഗവാൻ എന്താ പറയുന്നത് വെച്ചാല്, അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അതീന്ദ്രിയമെങ്കിലും പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി പ്രത്യക്ഷീഭവിച്ചിട്ട് ഈ നിലയ്ക്ക് ഭൗതിക നിയമം അനുസരിച്ച് കാലാധീനവുമായിരിക്കുന്ന, അതായത് കാലത്തിനും അപ്പുറമുള്ള വിശ്വരൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്നാണ് അർജുനൻ ആഗ്രഹിച്ചത്, അല്ലെ? എന്താ ആഗ്രഹിച്ചത്? അതീന്ദ്രിയമാണ് ഭഗവാൻ, എങ്കിലും പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആ നിലയ്ക്ക് ഭൗതിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, നമ്മളെല്ലാരും ജനിച്ചെങ്കിലും ഭൗതികമായിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് കാലത്തിനും അതീതമായിരിക്കുന്ന, കാലത്തിന്റെയും അപ്പുറത്തുള്ള വിശ്വരൂപത്തിൽ ഭഗവാനെ ഒന്ന് കാണണം എന്നാണ് അർജുനൻ ആഗ്രഹിച്ചത്. അപ്പോ ഭൗതിക പ്രകൃതി ഉടലെടുക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? ഭൗതിക പ്രകൃതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് നശിച്ചും പോകുന്നുണ്ട്. കൃഷ്ണന്റെ വിശ്വരൂപവും എന്താണ്? എല്ലാത്തിനും മുകളിലാണ് ഭഗവാന്റെ വിശ്വരൂപം. ഒരിക്കലും നമുക്ക് ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല. കൃഷ്ണന്റെ മറ്റു രൂപങ്ങള് സദാ പരമവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഭഗവാനിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ വിശ്വരൂപം അങ്ങനെയല്ല. പിന്നെയോ, ഒരു ഭക്തന് സാധാരണയായി ഈ രൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്ന് വിശേഷാൽ താല്പര്യമുണ്ടാവാറില്ല, അല്ലെ? നമുക്ക് എപ്പോഴും എങ്ങനെയാണ്? ഉണ്ണിക്കണ്ണനായിട്ട് കാണണം, നരസിംഹസ്വാമിയായിട്ട് കാണണം, ശ്രീരാമസ്വാമിയുടെ ഭാവത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ബലറാം സ്വാമിയായി ഇഷ്ടപ്പെടുന്നവരുണ്ട്. കൂടുതലും എല്ലാവരും ഈ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന ഭഗവാനെ അങ്ങനെ കാണണം. ഇങ്ങനെ മഹാവിഷ്ണു ആ ഭാവത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ നമ്മൾക്ക് അറിയുന്ന കുറച്ച് ഭാവങ്ങളുണ്ട്. ഈ ഭാവത്തിലാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറ്. പക്ഷേ അങ്ങനെ അധികം ആരും തന്നെ ഭഗവാന്റെ വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹിക്കാറില്ല, അറിയാറുമില്ല. അതേക്കുറിച്ച് കൂടുതൽ അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ ഒരു ഭക്തൻ അങ്ങനെ സാധാരണയായിട്ട് ഭഗവാനെ വിശ്വരൂപത്തിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം, വലിയ താല്പര്യം ഉണ്ടാവാറില്ല. അർജുനൻ അതിയായി ആഗ്രഹിച്ചത് കൊണ്ടാണ് കൃഷ്ണൻ ഈ രൂപം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഭഗവത് കരുണ മൂലം ആ കഴിവ് സിദ്ധിച്ചവർക്കൊഴികെ
ആർക്കും ഈ രൂപം ദർശിക്കാനാവില്ല. അതായത് അർജുനനിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ. ഭഗവാനെ ഏതൊക്കെ രീതിയിലാണ് അർജുനൻ കണ്ടിരിക്കുന്നത്. അപ്പൊ അർജുനന്റെ ഒരു ക്വാളിറ്റി പോലും നമ്മളെ പോലെയുള്ള ആർക്കും ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് ഭഗവാനോട് ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഭഗവത് കരുണ മൂലം ആ കഴിവ് സിദ്ധിച്ചവർക്കൊഴികെ ആർക്കും ഈ വിശ്വരൂപം കാണാൻ കഴിയില്ല. അപ്പോ ഇനി 6ാമത്തെ ശ്ലോകം എന്ന് വെച്ച് കഴിഞ്ഞാല് പശ്യാതിഥ്യാൻ വസുൻ രുദ്രാനശ്വിനൗ മരുതസ്തഥാ ബഹുന്യ ദൃഷ്ടപൂർവാണി പശ്യാശ്ചരാണി ഭാരത എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് ഭാരത ശ്രേഷ്ഠ ഇതാ ആദിത്യൻ, വസുക്കൾ, രുദ്രന്മാർ, അതാ പറയുന്നത് പശ്യാദിത്യാൻ, ആദിത്യൻ, വസൂൻ എന്ന് പറഞ്ഞാൽ വസുക്കൾ, രുദ്രാനിശ്വനൗ രുദ്രന്മാര്, അശ്വിനി ദേവന്മാര്, മരുതസ്തഥാ മരുത്തുക്കള്, ബഹുന്യാദിഷ്ടാപൂർവാണി എന്ന് വെച്ചാൽ ദേവതമാര് തുടങ്ങി ഇതിനു മുമ്പ് മറ്റാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. ഒരുപാട് ആശ്ചര്യങ്ങൾ, ഇവർക്ക് ആർക്കും കാണാനോ കേൾക്കാനോ സാധിക്കാത്ത ഒരുപാട് ആശ്ചര്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ കണ്ടുകൊള്ളൂ എന്നാ പറയുന്നത്. കൃഷ്ണന്റെ ആത്മസുഹൃത്ത്, തികഞ്ഞ ഒരു ഭക്തൻ അർജുനന് കൃഷ്ണനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർജുനൻ ഒരു 0 പോലെ നിൽക്കും. അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. കാരണം എന്താ, നമ്മൾ എന്താ പറയാ, എനിക്ക് ഗീത മൊത്തം അറിയാം, ഞാൻ ഗീത എപ്പോഴും വായിക്കുന്നതാണ്, ഞാൻ ഗീത എപ്പോഴും കേൾക്കുന്നതാണ്, എനിക്ക് ഗീത അറിയാം. നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഇത്ര നാളും ഭഗവാനെ കുറിച്ച് അറിഞ്ഞതും അറിയാത്തതുമായിരിക്കുന്ന ഒന്നും നമുക്കറിയില്ല. നമ്മളൊരു ബിഗ് 0 ആണ് ഭഗവാന്റെ കാര്യത്തിൽ അല്ലെ. അർജുനനും ഇവിടെ എന്താ പറയുന്നത്, എനിക്കൊന്നും അങ്ങയെ കുറിച്ച് അറിയില്ല, അങ്ങയുടെ മഹത്വം എന്താണെന്ന് ഒന്നും, അത് കാരണം അത് മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഭഗവാനെ അറിയാമെന്ന് പറയും, നമുക്ക് ആർക്കും അറിയില്ല ഭഗവാനെ. അത്രയും അതീന്ദ്രിയമായിരിക്കുന്ന രഹസ്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോ ഭഗവാന് അർജുനന് കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല. ഭഗവാന്റെ നാനാരൂപങ്ങളെയും ആവിർഭാവങ്ങളെയും പൂർണ്ണമായി കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉള്ള മനുഷ്യരില്ലെന്നാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. മനസ്സിലായില്ല? അപ്പോ ഭഗവാനെ കുറിച്ച് അത്രത്തോളം അറിവുള്ള ആരും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ആരും തന്നെ ഇവിടെ ഇല്ല. അപ്പോ അത്രയും ഭഗവാൻ എന്താണ്, അതീന്ദ്രിയമായിരിക്കുന്ന ഒരു രഹസ്യമാണ്. നമ്മൾ ഒരിക്കലും ഭഗവാനെ അറിയാം, ഭഗവാനെ കുറിച്ച് അറിയാം, ചാർജിലിടാനാ തന്നത്, അറിയാമെന്ന് നമ്മൾ ഒരിക്കലും പറയരുത് കേട്ടോ. അപ്പോ ഇവിടെ അത് പ്രത്യേകം പറയുന്നുണ്ട്, ആവിർഭാവങ്ങളെയും പൂർണ്ണമായി കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉള്ള മനുഷ്യരില്ലെന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ അത്ഭുതാവഹങ്ങളായിരിക്കുന്ന ഈ രൂപങ്ങൾ ഇപ്പൊ വെളിപ്പെടുത്താൻ പോവാണ്. ഭഗവാൻ ആ അത്ഭുതം നിറഞ്ഞ ആ രൂപങ്ങൾ ഭഗവാൻ ഇപ്പൊ വെളിപ്പെടുത്തും. അപ്പോ 7ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. ഇഹൈകസ്തം ജഗത്കൃസ്തനം പശ്യാദ്യ സച്ചരാചരം മമ ദേഹേ ഗൂഢാകേശയദൃഷ്ണാ ദ്രഷ്ടുമിച്ഛസി എന്നാ പറയുന്നത്. എന്ന് വെച്ചാല്, അല്ലയോ അർജുന, നീ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ നീ കണ്ടുകൊള്ളൂ. നീ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് എന്റെ ശരീരത്തിൽ നീ ഇപ്പൊ കണ്ടുകൊള്ളൂ. നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, പിന്നെയോ മേലിൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും, നീ ഇപ്പോ നിനക്ക് എന്താഗ്രഹമുണ്ടോ അതും, ഇനി നീ ഭാവിയിൽ കാണാൻ എന്താഗ്രഹിക്കുന്നുവോ അതും, സർവചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങി വരാൻ പോവാണ്. അതായത് ഇന്നലെ ഉണ്ടായിരുന്നതും സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിനക്ക് ഇപ്പൊ എന്താ ആഗ്രഹമുണ്ടോ അതും, ഇനി നീ കാണാൻ ആഗ്രഹിക്കുന്നതും എല്ലാം നീ ഇപ്പൊ ഇവിടെ കണ്ടുകൊള്ളൂ എന്ന് ഭഗവാൻ അർജുനനോട് പറയാണ്. ഒരിടത്തിരുന്നിട്ട്, ഒരു സ്ഥലത്തിരുന്നിട്ട് ഈ ലോകം മുഴുവൻ കാണുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കില്ല. ഒരു വിദഗ്ധനായിരിക്കുന്ന നല്ല കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞന് പോലും, സയന്റിസ്റ്റിന് പോലും പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ വേറെ സ്ഥലങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. അർജുനനെ പോലെയുള്ള ഒരു ഭക്തനാണെങ്കിലോ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ ഓരോ മൂലയും അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ സാധിക്കും അല്ലെ. നമ്മൾ പ്രഡിക്ഷൻ നമ്മൾ പറയാറില്ലേ, ചില ആളുകൾ പ്രഡിക്ഷൻ പറയും, ഇത് ഇങ്ങനെ സംഭവിക്കും, അത് അങ്ങനെ സംഭവിക്കും, അത് അവിടെ ഇങ്ങനെയാവും. ഇത് എല്ലാ പ്രഡിക്ഷനും ശരിയായിക്കോണമെന്നില്ല. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തൻ പറയുന്ന കാര്യം കൃത്യമായിരിക്കും. കാരണം എന്താ, ആ ഭക്തന്റെ നാവിലുള്ളത് സാക്ഷാൽ സരസ്വതി ദേവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ ഭക്തന് കാര്യങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കും. അതൊരു സയന്റിസ്റ്റിനെ കൊണ്ട് പോലും സാധിക്കില്ല എന്നാ പറയുന്നത്. കഴിഞ്ഞു പോയതോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാവുന്നതോ എന്തും കാണാൻ അറിയാനുള്ള കഴിവ് കൃഷ്ണൻ ആർക്ക് നൽകിയിട്ടുണ്ട്? അർജുനന് നൽകിയിട്ടുണ്ട്.
അങ്ങനെ കൃഷ്ണന്റെ കാരുണ്യത്താൽ അർജുനന് എല്ലാം കാണാനും അറിയാനുള്ള ഒരു കഴിവുണ്ട്. മനസ്സിലായില്ലേ? എല്ലാം അറിയാനും കാണാനുള്ള ഒരു കഴിവുണ്ട്. ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ കാരുണ്യമാണത്. എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതറിയാനും കാണാനും ഉള്ള ഒരു കഴിവ് ഭഗവാൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർക്ക് നൽകും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും എന്താണോ മുൻപേ സംഭവിച്ചത്, ഇനി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ അറിയാനുള്ള ഒരു കഴിവ് ഭഗവാന്റെ പ്രിയപ്പെട്ടവർക്ക് ഭഗവാൻ നൽകും. അങ്ങനെ ഒരു കഴിവ് ഭഗവാൻ ആർക്ക് നൽകിയിട്ടുണ്ട്? അർജുനന് നൽകിയിട്ടുണ്ട്. ഇനി 8ാമത്തെ ശ്ലോകമാണ്. നത്തു മാം ശഗസ്യേ ദൃഷ്ടുമനൈനവ സ്വചക്ഷസ്വാ ദിവ്യം ദദാമിതേ ചക്ഷു പശ്യ മേ യോഗേമൈശ്വര്യം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിന്റെ ഈ കണ്ണുകൾക്ക് ഞാൻ ദൃശ്യനല്ല. എന്താണ്? നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് എന്നെ നിനക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. നിന്റെ ഈ ഭൗതികമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട്, മെറ്റീരിയലിസ്റ്റിക് വേൾഡിലുള്ള നിന്റെ കണ്ണുകൾ കൊണ്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. പക്ഷേ നിനക്ക് ഞാൻ എന്ത് നൽകുന്നു? ദിവ്യ ചക്ഷുസ് നൽകുന്നുണ്ട്. എന്റെ വിഭൂതികളെ യഥേഷ്ടം നീ കണ്ടുകൊള്ളൂ. ഭഗവാൻ പറയാണ്, നിന്റെ ആ ദിവ്യ ചക്ഷുസ് കൊണ്ട് എന്റെ വിഭൂതികളെ നീ ഇഷ്ടം പോലെ നീ കണ്ടോളൂ. ഒരു ശുദ്ധ ഭക്തൻ, ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തൻ കൃഷ്ണനെ എന്താ പറയുന്നത്, ദ്വിഭുജ രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാന്റെ ആ 2 കൈകളോട് കൂടിയുള്ള അല്ലെ കൃഷ്ണനായിട്ട് പോട്ടെ, ഒരു ചതുർബാഹു രൂപത്തിൽ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ ഇഷ്ടം. സാരമില്ല ചേച്ചി. അപ്പോ ഒരു ഭക്തന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാം. അദ്ദേഹത്തിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ദിവ്യ രൂപമായിരിക്കുന്ന വിശ്വരൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സുകൊണ്ടല്ല, ആത്മീയമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ടാണ് വിശ്വരൂപം കാണേണ്ടത്. നമ്മൾ മനസ്സ് കണ്ണടച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ആത്മീയമായിരിക്കുന്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാന്റെ വിശ്വരൂപത്തെ കാണാൻ ശ്രമിക്കണം. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണം മാറ്റുവാനാണ് കൃഷ്ണൻ പറയുന്നത്. നിനക്ക് എന്റെ വിശ്വരൂപം കാണണോ? അതിന് നീ മനസ്സല്ല മാറ്റേണ്ടത്, നിന്റെ നോട്ടം, നിന്റെ ദൃഷ്ടിയാണ്. നമ്മൾ പറയാറില്ലേ, നാട്ടുമ്പുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞയാണ്. അതായത് കണ്ണിന്റെ ദൃഷ്ടി, നമ്മളൊരു കാര്യത്തെ കാണുന്ന ആ വിഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും ഒരാളിൽ തെറ്റ് തന്നെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പരിപൂർണമായ തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റിനിടയിലും ഒരു ശരി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ്? അതിലൊരു പൂർണ്ണതയുള്ള ശരി ഉണ്ടാവും. ആ ശരിയായിരിക്കും ഒരുപക്ഷെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെ? എപ്പോഴും നമ്മൾ അത് ശ്രമിക്കുക. ഒരാളിലെ തിന്മയല്ല കാണാൻ ശ്രമിക്കേണ്ടത്, ആ വ്യക്തിയിലെ നന്മ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യാത്തവരാരുമില്ല ഈ ലോകത്ത്, എല്ലാവരും ചെയ്യും, ഞാനും നിങ്ങളും ഒക്കെ ചെയ്യും. പക്ഷെ ആ തെറ്റിനിടയിലും ഒരു ശരിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യം, ആ വ്യക്തി കടന്നുപോയ സാഹചര്യത്തില് ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റൂ. അത് ചെയ്തു പോയി. ഇനി അതിന്റെ പേരിൽ അവരെ പീഡനം ഏൽപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക? ശരി കാണാൻ ശ്രമിക്കുക. അതിന് നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയെ നമ്മൾ മാറ്റുക. അങ്ങനെ ശരിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് അടുക്കാൻ ശ്രമിക്കണം, നന്മയിലൂടെ അടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നിന്റെ മനസ്സുകൊണ്ടല്ല എന്റെ വിശ്വരൂപം കാണേണ്ടത്, പിന്നെയോ നിന്റെ ദൃഷ്ടി കൊണ്ട്, ആത്മീയ ദൃഷ്ടി കൊണ്ട് നീ എന്നെ കാണാൻ ശ്രമിക്കൂ. നിന്റെ വീക്ഷണമാണ് മാറ്റേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിപ്രധാനമായ ഒന്നല്ല കൃഷ്ണന്റെ വിശ്വരൂപം എന്ന് പറയുന്നത്. പിന്നെയോ അത് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാവും, ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ. അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് അതിനാവശ്യമായിരിക്കുന്ന വീക്ഷണ വിശേഷം ഭഗവാൻ കൊടുത്തു. അർജുനൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം അർജുനൻ പറഞ്ഞതുകൊണ്ട് അത് കാണാനുള്ള ഒരു വീക്ഷണം ഭഗവാൻ അർജുനന് കൊടുത്തു. കൃഷ്ണനുമായിട്ട് ഒരു ആധ്യാത്മിക ബന്ധം പുലർത്തി വന്നു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ആധ്യാത്മികമായിരിക്കുന്ന ബന്ധം ഭഗവാനുമായിട്ട് നമ്മൾ നിലനിർത്തി കഴിഞ്ഞാല് ഭക്തന്മാർ അദ്ദേഹത്തിന്റെ പ്രേമഭാവത്താലാണ്, അനശ്വരമായിരിക്കുന്ന വിഭൂതി പ്രദർശനത്തിലല്ല. ഭക്തന്മാർ എവിടെ എത്തുന്നത്? അദ്ദേഹത്തിന്റെ പ്രേമഭാവത്തിലേക്ക് മാറും, അല്ലെ? ഭഗവാനോട് നമുക്കൊരു അതീന്ദ്രിയമായിരിക്കുന്ന ഒരു പ്രേമം വരും. എന്ത് കിട്ടിയാലും നമ്മൾ കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന ഭാവത്തിലേക്ക്, സാരല്ലേ മാതാജി, എന്ന ഭാവത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലെ? അല്ലാണ്ട് നമ്മളോ അദ്ദേഹത്തിന്റെ അനശ്വരമായിരിക്കുന്ന ഒരു വിഭൂതി പ്രദർശനത്താൽ നമ്മൾ പോവില്ല. അതായത് ഭഗവാനെ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? പഴയ ആളുകളെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴും കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ എന്ന് പറയും. നമ്മൾ എഴുന്നേൽക്കുമ്പോഴും അതേ നാമം ഉച്ചരിക്കും. നമ്മൾ എന്ത് കാര്യം, എന്റെ ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പേരോ നമ്മുടെ മക്കളെ പേരോ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാന്റെ നാമം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? നാമത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്.
കലിയുഗത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം നാമസങ്കീർത്തനത്തിൽ, നാമത്തിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ജപിക്കൂ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാമത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അല്ലാതെ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ അതീന്ദ്രിയമായിരിക്കുന്ന രൂപം അതിലേക്കല്ല ഭക്തൻ ആകർഷിക്കപ്പെടും. അദ്ദേഹത്തിന്റെ നാമത്തിലേ നമ്മൾ ആകർഷിക്കപ്പെടും. കാരണം എന്താ, നാമത്തിൽ പരിപൂർണമായി ഭഗവാനുണ്ട്. അപ്പൊ കൃഷ്ണന്റെ കളിച്ചങ്ങാതികളാകട്ടെ, കൂട്ടുകാര്, കുഞ്ഞുനാളിലുള്ള കൂട്ടുകാരാവട്ടെ, അച്ഛനമ്മമാരാവട്ടെ, ഈ വിഭൂതികൾ കാട്ടിത്തരണം എന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഭഗവാന്റെ ഈ വിശ്വരൂപം കാണിച്ചിരണം, ഭഗവാന്റെ ഈ ഒരു വിഭൂതികൾ കാണിച്ചിരണം, ഇങ്ങനൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാനാണെന്ന് തന്നെ അവർ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ടാക്കൂർജി എന്നുള്ള ഭാവത്തിലാണ് അവർ കൊണ്ടു നടക്കുന്നത്, അല്ലെ? അപ്പൊ അവരുടെ ഇടയിലെ രാജാവ്, അതായത് അവരുടെ കളിക്കൂട്ടുകാരൻ, അവരുടെ സഹോദരൻ, അവരുടെ മകൻ, ആ രീതിയിലാണ് ഭഗവാനെ ഇങ്ങനെ അവര് പരിപൂർണമായിരിക്കുന്ന ഒരു പ്രേമഭാവത്തോടു കൂടി കൊണ്ട് നടക്കുന്നത്. അവർക്ക് അറിഞ്ഞിട്ടില്ല, അവരറിയാൻ ശ്രമിച്ചിട്ടില്ല ഭഗവാൻ എന്താണ്, ആരാണെന്ന്. കാരണം അവരങ്ങ് ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചു. അവരിൽ ഒരാളായി, അവരുടേതായിട്ട്. അതുപോലെ ആയിരിക്കണം ഒരു ഭക്തൻ. യാതൊരുവിധ ഉടമ്പടികളും ഇല്ലാതെ നിസ്വാർത്ഥമായിരിക്കുന്ന ഒരു പ്രേമം, അത് ഭഗവാനോട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത്രയും അധികം വിശുദ്ധ സ്നേഹത്തിൽ മുഴുകിയിരുന്ന് അവരുടെ ഹൃദയങ്ങൾ പ്രേമഭരിതമായിരിക്കുന്ന സഹവാസത്താൽ കൃഷ്ണന്റെ സമുത്കൃഷ്ടത അവർ വിസ്മരിച്ചു പോവാണ്. ഭഗവാനാണെന്നുള്ള ആ ഒരു കാര്യമേ അവർ മറന്നു പോവാണ്. അവരുടേതാണ് ഭഗവാൻ, അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും അറിയില്ല. അവരുടേതാണ്, അവരുടെ മകനാണ്, അവരുടെ സഹോദരനാണ്, അവരുടെ കാമുകനാണ്, അവരുടെ ചിലര് ഭർത്താവായിട്ടും കാണും ഭഗവാനെ, ഭർത്താവാണ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരനാണ്, അവരുടേതാണ് ഭഗവാൻ. ഭഗവാനാണെന്നുള്ള കാര്യമേ അവർ ചിന്തിക്കില്ല. അവരുടേത് മാത്രമാണ് ഭഗവാൻ. ഇതാണ് അവരുടെ ചിന്താഗതി. കൃഷ്ണനോടൊപ്പം കളിച്ചു വന്ന കുട്ടികൾ എല്ലാവരും പരിശുദ്ധരായിരിക്കുന്ന ജീവാത്മാക്കളാണെന്നും അനേകായിരം ജന്മങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കൃഷ്ണനുമായി കളിക്കാൻ സാധിച്ചതെന്നും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അല്ലെ? ഭഗവാനോട് കളിച്ചു വളർന്ന കുറേ കളിക്കൂട്ടുകാര്, ഗോപാലന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ എത്രയോ കോടി ജന്മങ്ങൾ കൊണ്ടാണ് ഇത്രയും വിശുദ്ധമായിരിക്കുന്ന ജീവാത്മാക്കളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന സമയത്ത് കളിക്കൂട്ടുകാരായിട്ട് അവർക്കെല്ലാം ഭഗവാനോടൊപ്പം കളിച്ചു നടക്കാൻ സാധിച്ചു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം എന്താണ്? പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാണ് പറയുന്നത്. പ്രത്യക്ഷ രൂപത്തിലുള്ള കൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗവതം ബുക്ക് എല്ലാവരും കയ്യിൽ വാങ്ങിച്ചു വെക്കണം എന്നുള്ളത്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തില് ഇത്രയും വലിയൊരു കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ബാലന്മാര് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അവർക്കറിയില്ല ഭഗവാൻ അഖില കോടി ബ്രഹ്മാണ്ഡ നായകനാണ്, ഭഗവാനാണ്. ഇതൊന്നും അവർക്ക് അറിഞ്ഞൂടാ, അല്ലെ? അപ്പൊ അവർക്ക് കൃഷ്ണൻ ഉറ്റ സുഹൃത്താണ്, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ നമ്മുടെ ചങ്ക് എന്നൊക്കെ പറയില്ലേ നമ്മള്, കൃഷ്ണൻ അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ശുകദേവ് ഗോസ്വാമി പറയുന്നു ശ്രീമദ് ഭാഗവതത്തില് എന്താ പറയുന്നത്? ഇതം സദാം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ഗദാനാം പര ദേവതേന മായാശ്രിദാനം നാരധാരകേണ സാഗം വിജ്രഹു കൃത പുണ്യപുജ്ഞ എന്നാ പറയുന്നത് ശുകദേവ് ഗോസ്വാമി. അതിന്റെ അർത്ഥം മഹർഷിമാര് അവ്യക്തിഗത ബ്രഹ്മമെന്നും ഭക്തന്മാര് ഭഗവാൻ എന്നും സാധാരണ ജനങ്ങള് ഭൗതിക പ്രകൃതിയുടെ സന്താനമെന്നും കരുതുന്ന പരമപുരുഷൻ ഇവിടെ നിലകൊള്ളുന്നു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? മഹർഷിമാരെന്താ പറയുന്നത്? ഭഗവാൻ അവ്യക്തിഗത ബ്രഹ്മമാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഭക്തന്മാരെന്താ പറയുന്നത്? ഭഗവാനാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്റെ ഭഗവാൻ എന്നാണ് ഭക്തര് പറയുന്നത്. സാധാരണ ജനങ്ങൾ എന്താ പറയുന്നത്? ഭൗതിക പ്രകൃതിയുടെ ഒരു സന്താനം, അതാണ് ഭഗവാൻ. ഭഗവാനും നമ്മളെ പോലെ ഒരാള് എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ കരുതുന്ന പരമപുരുഷൻ ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെയുണ്ട് ഭഗവാൻ. എവിടെയാ ഉള്ളത്? എല്ലാ ഭക്തരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്, അല്ലെ? പരമദിവ്യോത്തമ പുരുഷൻ ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിന്റെ രൂപത്തിൽ എല്ലാ ജീവാത്മാക്കളിലും കുടികൊള്ളുന്നുണ്ട്. ജന്മാന്തരങ്ങളില് എത്ര ജന്മങ്ങൾ എടുത്താലും ആ ജന്മാന്തരങ്ങളിലെല്ലാം എണ്ണമറ്റ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. ഈ ജന്മത്തിലും ഒരുപാട് പുണ്യം ചെയ്യണം. നമ്മൾ പറയും ഞാൻ എത്രയോ പേർക്ക് ഭക്ഷണം കൊടുത്തു, ഞാൻ എത്രയോ പേരെ സഹായിച്ചു, കിട്ടുന്നതെല്ലാം എനിക്ക് തെറ്റായ കാര്യങ്ങളാണ്, ഞാൻ എത്ര സഹായിച്ചാലും അവസാനം എന്നെ കറിവേപ്പില പോലെ തള്ളും. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്യുന്നത്, നമുക്കൊട്ട് ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഭഗവാൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ഈ പുണ്യമെല്ലാം ഭഗവാൻ നമ്മളിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തികളുടെയും പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ബാലന്മാർ പരമദിവ്യോത്തമ പുരുഷനോടൊപ്പം കളിക്കാൻ യോഗ്യതയുണ്ടായി. അതുപോലെ നമ്മൾക്കും ഭഗവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളുടെ ഫലവും വൈകാതെ നമ്മളിലേക്ക് ഭഗവാൻ തരും. അതുകൊണ്ട് ഉത്തമ ഭക്തൻ വിശ്വരൂപ ദർശനം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആർക്കും ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണാനുള്ള ശക്തിയും ഇല്ല, കാണാനുള്ള ആഗ്രഹവും നമുക്കില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു.
അതോടൊപ്പം ഭാവിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം, അല്ലെ? നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്, സർവവും ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യം വരണം. അതിന് വിശ്വരൂപ ദർശനം അർജുനൻ ആഗ്രഹിച്ചു. താൻ പരമ ദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് വെറും സൈദ്ധികമായിരിക്കുന്ന ദാർശനികമായിരിക്കുന്ന ഒരു കാര്യമാവില്ല. പിന്നെയോ യഥാർത്ഥത്തിൽ അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. പല ആളുകളും പറയും ഞാൻ ദൈവമാണ്, ഞാൻ ദൈവമാണെന്ന് പറയുന്ന കുറെ ആൾ ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും വിശ്വരൂപ ദർശനത്തിൽ വരാൻ കഴിയില്ല. ആലോചിച്ച് നോക്കണം. അവർക്കൊന്നും മരണത്തെ മറികടക്കാനാവില്ല. അവർക്ക് ഉറങ്ങണം, അവർക്ക് അത് ചെയ്യണം, അവർക്ക് ഇത് ചെയ്യണം, എല്ലാ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ അവർക്ക് വേണം. അവർക്ക് അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ ഭഗവാൻ എന്താണ്? അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണെന്ന് അദ്ദേഹം എങ്ങനെ കാണിച്ചു കൊടുത്തു? വിശ്വരൂപ ദർശനത്തിലൂടെ കാണിച്ചു കൊടുത്തു. ശിഷ്യ പരമ്പരയുടെ ആദ്യ കണ്ണിയായതുകൊണ്ട് അർജുനന് ഈ ഉറപ്പ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഗുരുശിഷ്യ പരമ്പരയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ കണ്ണി ഭഗവാനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്ത അർജുനൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ വന്നാണ് നമ്മളെല്ലാവരും ആ ഒരു ശിഷ്യ പരമ്പരയിലേക്ക് ആഡ് ആയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഉറപ്പ് അർജുനന് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പരമ ദിവ്യോത്തമ പുരുഷനുമായിട്ട് കൃഷ്ണനെ അറിയാനും അർജുനനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൃഷ്ണൻ സൈദ്ധാന്തികമായിട്ട് താൻ പരമപുരുഷനാണെന്ന് പറയുക മാത്രമല്ല, അത് വാസ്തവത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു, അല്ലെ? കൃഷ്ണ ആ ഒരു അർജുനന്റെ പരമ്പരയിലൂടെ ഇങ്ങനെ വന്ന് അവസാനം എത്തുന്ന വ്യക്തി ഭഗവാന്റെ ആ ഒരു അർജുനനുമായി ബന്ധപ്പെട്ട ഗുരുശിഷ്യ പരമ്പരയിൽ വരുമ്പോ കൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ മക്കളായിട്ട് ഇങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്കും അർജുനൻ കണ്ട ആ വിശ്വരൂപം നമ്മളും ഉറപ്പിച്ചു കഴിഞ്ഞു. ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. ആ ഉറപ്പ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. തന്റെ വിശ്വരൂപ ദർശനം ദർശിക്കുന്നതിനായിട്ട് ഭഗവാൻ അർജുനന് ദിവ്യ ചക്ഷുസുകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അർജുനന് വിശ്വരൂപം കാണുവാൻ വലിയ താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ആർക്ക്? കൃഷ്ണൻ അറിയാം. പക്ഷെ ഭഗവാൻ അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. കാലങ്ങൾക്കപ്പുറം നിന്റെ ശിഷ്യ പരമ്പരയിലേക്ക് വരുന്നവർക്ക് നീ കണ്ടതാണ് അവരുടെ അറിവ് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു നൽകുകയാണ്. സഞ്ജയ് വാജ, ഇവിടെ സഞ്ജയൻ പറയുന്നു, ഏവമുക്താ തതോ രാജൻ മഹായോഗേശ്വര ഹരിഹ ദർശയാമാസ പാർത്ഥായ പരമം രൂപം ഐശ്വര്യം എന്നാ പറയുന്നത്. അതായത് സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യ രൂപമായിരിക്കുന്ന വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ? 10ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. 10ഉം 11ഉം ഒരുമിച്ചുള്ള ശ്ലോകമാണ്. അവിടെ സഞ്ജയൻ പറയുന്നു, രാജാവേ, ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ അർജുനൻ അങ്ങ് ദിവ്യരൂപം വിശ്വരൂപം അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. ഇനി പോകുന്നത് 10ഉം 11ഉം ശ്ലോകം. എന്താന്ന് വെച്ചാല്, അനേക ഭക്തനയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനകോദ്യാതായുധം. അത് 10ാമത്തെ ശ്ലോകം. 11ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ദിവ്യമാല്യാംബദ്ധരം ദിവ്യഗന്ധാനുലേപനം സർവാജ്ഞാശ്ചര്യമയം ദേവമനന്തം വിശ്വധോന്മുഖം എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വിശ്വവ്യാപ്തമായിരിക്കുന്ന രൂപത്തിൽ, ഭഗവാന്റെ ആ വിശ്വരൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളുണ്ട്. വിശ്വരൂപത്തില് ഒരുപാട് മുഖങ്ങളുണ്ട്. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര മുഖങ്ങളുണ്ട്, കണ്ണുകളുണ്ട്, അത്ഭുതമായിരിക്കുന്ന കുറെ ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം അർജുനൻ കണ്ടു. മൺതരി പോലെ അതിനേക്കാൾ എത്രയോ കോടി മടങ്ങ് കണ്ണുകളും മുഖങ്ങളും ആ വിശ്വരൂപത്തിലുണ്ട്. അതുപോലെ ഇത് ഭയങ്കര ഒരു അത്ഭുത ദർശനമാണ്. ഇപ്പൊ ഒരു 3 കണ്ണുള്ള ജീവിയെ കണ്ടാൽ നമുക്ക് അത്ഭുതമാണ്. 30 കണ്ണുള്ള ജീവിയെ കണ്ടാലോ അയ്യോ എന്ന് നമ്മൾ പറയും. 300 കണ്ണ് കണ്ടാലോ അമ്മപ്പോ 3000 കണ്ടാലോ തീർന്ന് ബോധം പോയി എന്ന് വേണേ പറയാം. അപ്പോ എണ്ണിയാലുടങ്ങാത്ത അത്ര കണ്ണുകളുണ്ട്, മുഖങ്ങളുണ്ട്. ഇതെല്ലാം അർജുനൻ അത്ഭുതത്തോടു കൂടി കാണുകയാണ്. അനേകം ദിവ്യമായിരിക്കുന്ന ആഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ആ രൂപം ഒരുപാട് ദിവ്യമായിരിക്കുന്ന ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ദിവ്യമായിരിക്കുന്ന പുഷ്പമാല്യങ്ങൾ അതെല്ലാം അണിഞ്ഞിട്ടുണ്ട്, വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ദിവ്യമായിരിക്കുന്ന ഗന്ധദ്രവ്യങ്ങളെല്ലാം ശരീരത്തിൽ പൂശിയിട്ടുണ്ട്. അത്ഭുതാവഹമായിരിക്കുന്ന തേജോമയമായിരിക്കുന്ന അമേയമായിരിക്കുന്ന സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം എന്നാ പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല, അത്രയും ദിവ്യമായിരിക്കുന്ന രൂപം. ആ രൂപം കാണാനാണ് ഭഗവാൻ അറിയാം സാധാരണ ഒരു നേത്രം കൊണ്ട് അർജുനൻ അത് കാണാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു? ദിവ്യ ചക്ഷുസ് നൽകിയിട്ട് പറഞ്ഞു, നിന്റെ കാഴ്ചയിലൂടെ നീ കാണൂ, കാഴ്ചയെ നീ മാറ്റൂ. നിന്റെ മനസ്സിലൂടെയല്ല, നിന്റെ കണ്ണിന്റെ കാഴ്ചയിലൂടെ ആ കാഴ്ചയെ മാറ്റിക്കൊണ്ട് നീ ഈ രൂപം ദർശിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങ്
കോടി മുഖങ്ങളോടുകൂടി പുഷ്പമാലാധരങ്ങളോട് കൂടിയിരിക്കുന്ന, ശിരസ്സുകളോട് കൂടിയിരിക്കുന്ന, വസ്ത്രങ്ങളോട് കൂടിയിരിക്കുന്ന, ദിവ്യാഭരണങ്ങളോട് കൂടിയിരിക്കുന്ന, ദിവ്യായുധങ്ങളോട് കൂടിയിരിക്കുന്ന, കണ്ടാലൊടുങ്ങാത്ത വിശ്വരൂപം ഭഗവാൻ അവിടെ ദർശിക്കാനുള്ള അവസരം അർജുനന് കൊടുക്കാണ്. ഈ ശ്ലോകങ്ങളില് അനേകം എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അർജുനൻ കണ്ട കൈകള്, കണ്ണുകള്, മുഖങ്ങള്, പാദങ്ങള്, ഇതിനൊന്നും എണ്ണമില്ല. അത്രയും എണ്ണമില്ലാത്ത അത്രയും മുഖങ്ങളും കണ്ണുകളും പാദങ്ങളും എല്ലാം ഭഗവാൻ ആ ദിവ്യരൂപത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെങ്ങുമായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കാണ് ഈ ആവിഷ്കാരങ്ങള്. പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ അതെല്ലാം ഒരേ സമയം കാണാൻ അർജുനന് സാധിച്ചു. അതുകൊണ്ടാ പറഞ്ഞത് ഭഗവാന്റെ പ്രത്യേകമായിരിക്കുന്ന കാരുണ്യം ഉള്ളത് കൊണ്ട് ഒരു ശാസ്ത്രജ്ഞന് പോലും ഭൂമിയുടെ അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് ചിലപ്പം കാണാൻ പറയാനും പറ്റില്ല. പക്ഷെ ഇവിടെ അർജുനൻ എന്താണ്, ഭഗവാന്റെ പ്രത്യേക കാരുണ്യത്താൽ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ മൊത്തം കാണാനുള്ള അനുഗ്രഹം ലഭിച്ചു. അതുകൊണ്ടാണ് ഈ ഭൂമിയേക്കാൾ വലുതായിരിക്കുന്ന ആ വിശ്വരൂപം കാണാൻ അർജുനന് സാധിച്ചത്. അതുകൊണ്ട് ഒരിടത്തിരുന്നു കൊണ്ടാണ് അർജുനൻ ഇതെല്ലാം കണ്ടത്. കൃഷ്ണന്റെ മഹാപ്രഭാവമാണ് ഇതിന് കാരണം. ഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രഭാവമാണ് അർജുനൻ ഇത് സിദ്ധിച്ചിരിക്കുന്നത്, ഇത് കാണാനുള്ള അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. ഇനി 12ാമത്തെ ശ്ലോകമാണ്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത്യുഗപദുദ്ധിത യദി ഭാ സദൃശി സാ സ്യാത് ഭാസ്തസ്യ മഹാത്മനഃ എന്നാണ്. എന്ന് വെച്ചാൽ അനേകമായിരം സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചാൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായിരിക്കുന്ന ഭഗവത് ധ്രുവത്തിന്റെ പ്രഭാരൂപം. അതായത് ഒരു തരത്തിൽ നമ്മളൊന്ന് ബീച്ചിൽ പോയി, അവിടെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ആ സൂര്യൻ ഒന്നും വേണ്ട, നട്ടുച്ചയ്ക്കൊന്നും ഭഗവാൻ ആ സൂര്യ ഭഗവാന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ അങ്ങ് ആകാശത്തോട്ട് നോക്കിയാൽ ആ വെളിച്ചം നമുക്ക് താങ്ങാൻ പറ്റില്ല. ഒരു മിനിറ്റ് നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള നമ്മുടെ വീട്ടിലെ ഒരു ലൈറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് മങ്ങിപ്പോവും. അപ്പോ ആ പ്രകാശം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇത് അനേക കോടി സൂര്യന്മാർ പ്രകാശിച്ചാൽ, ഒരുമിച്ച് പ്രകാശിച്ചാൽ എന്തുണ്ടാവും, ആ ഉദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അതിനേക്കാൾ മുകളിലായിരുന്നു ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന വിശ്വാത്മകമായിരിക്കുന്ന ആ ഒരു ഭഗവത് ധ്രുവത്തിന്റെ പ്രഭാപൂരം. ഭഗവാന്റെ ആ പ്രഭ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അത്രയും പ്രഭാവമായിരുന്നു ഭഗവാൻ ആ ദിവ്യരൂപം എടുത്തപ്പോ. വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അർജുനൻ കണ്ട ആ ദൃശ്യം, ആ രൂപം ഒരാളെ കൊണ്ടും വിവരിക്കാൻ കഴിയില്ല. ധൃതരാഷ്ട്ര രാജാവിന് അതിന്റെ മാനസിക ചിത്രീകരണം നൽകാൻ ഇങ്ങനെ ശ്രമിക്കാണ്. ധൃതരാഷ്ട്രക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാണ്. ആര്? സഞ്ജയൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാണ്. രാജാവെ അത് അങ്ങനെ ഇങ്ങനെ ഒരു വാക്കുകൾ കൊണ്ടും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. സഞ്ജയനോ ധൃതരാഷ്ട്ര രാജാവിനോ ആ സമയത്ത് രണാങ്കണത്തിലായിരുന്നില്ല. അവരാരും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലായിരുന്നില്ല അല്ലെ. സഞ്ജയനും ധൃതരാഷ്ട്ര മഹാരാജാവും ഒരിക്കലും എവിടെ ആയിരുന്നില്ല, ആ യുദ്ധഭൂമിയിലായിരുന്നില്ല. എങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ആർക്ക് കാണാൻ സാധിക്കുമായിരുന്നു? ആ നമ്മുടെ യുദ്ധഭൂമിയില്, അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നു എന്ന് ധൃതരാഷ്ട്രർക്ക് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? സഞ്ജയനാ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗീത തന്നെ സഞ്ജയ് വാച എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നു എന്ന് വിവരിച്ചു കൊടുക്കാണ് ധൃതരാഷ്ട്രർക്ക് ആര്? സഞ്ജയൻ. അപ്പൊ അത് സഞ്ജയൻ അവിടെയുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്, അവിടെ എത്താതെ തന്നെ വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ആരെ കൊണ്ടാണ്? വ്യാസനെ കൊണ്ടാണ്. ഈ വ്യാസൻ ആരാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, ഭഗവാൻ തന്നെയാണെന്ന് അല്ലെ. അപ്പോ ആ ഒരു കാര്യമെല്ലാം സഞ്ജയന് കാണാൻ കഴിഞ്ഞതുകൊണ്ട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ എന്തെടുക്കുന്നത്? ഈ വിശ്വരൂപം എടുക്കുന്നത്. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്ന ആ വിശ്വരൂപത്തെ കുറിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഊഹിക്കാവുന്ന ഒരു പ്രതിഭാസത്തോട്, അതായത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഭാസത്തോട്, ആയിരം സൂര്യന്മാരെ കുറിച്ച്, സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാലുള്ള ഉദയത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് സൂര്യന്മാർ ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഒരു സൂര്യൻ വന്നാലേ തീർന്നു. അപ്പോ കോടാനുകോടി സൂര്യന്മാർ ഒരുമിച്ച് വന്നാലുള്ള പ്രകാശത്തിന്റെയും അപ്പുറത്തായിരുന്നു ഭഗവാന്റെ ആ ദിവ്യ പ്രഭാവം എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി 13ാമത്തെ ശ്ലോകമാണ്. തത്രൈകസ്തം ജഗത്കൃസ്തനം പ്രവിഭക്തമനേ കഥാ അവശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവാസ്തദ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ വിശ്വാത്മകമായിരിക്കുന്ന ആ ഭഗവാന്റെ ധ്രുവത്തിൽ അപരിമേയമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. ഭഗവാന്റെ ആ രൂപത്തില് പല 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 കാര്യങ്ങള് ഒരേ സമയം തന്നെ എന്താണ് അർജുനന് കാണാൻ സാധിക്കുകയാണ്. തത്ര എന്ന വാക്ക് ഇവിടെ വളരെ അർത്ഥവത്താണ്. കാരണം അർജുനനും കൃഷ്ണനും
തേരിൽ ഇരിക്കുമ്പോ അവര് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നല്ലേ, പാണ്ഡവരുടെ പക്ഷത്ത് ഭഗവാൻ ആരായിട്ടാ വരുന്നത്? പാർത്ഥസാരഥിയായിട്ട് വരികയാണ്. അർജുനൻ ആ തേരിലുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ തേരിൽ ഇരിക്കുന്ന സമയത്താണ് അർജുനന് വിശ്വരൂപ ദർശനം ലഭിക്കുന്നത്. ഈ വാക്ക് പറയുന്നത് എന്താ? അർജുനന് മാത്രമാണ് കൃഷ്ണൻ ദിവ്യദൃഷ്ടി നൽകിയത്. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനന് മാത്രമാണ് ദിവ്യ ചക്ഷുസ് നൽകിയിരിക്കുന്നത്. ഭഗവാന്റെ ദിവ്യരൂപം കാണാനുള്ള ആ ഒരു അനുഗ്രഹം ആർക്ക് ഭഗവാൻ നൽകിയത്? അർജുനന് മാത്രമാണ്. അതുകൊണ്ട് യുദ്ധരംഗത്തിലുള്ള ആരും കൃഷ്ണന്റെ ആ രൂപം കണ്ടിട്ടില്ല. ഭഗവാന്റെ ശരീരം ആയിരം ഗ്രഹവ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് അർജുനൻ കാണുന്നുണ്ട്. കോടാനുകോടി ഗ്രഹങ്ങൾ ഭഗവാന്റെ ശരീരത്തിലുണ്ട്. പ്രപഞ്ചങ്ങളും ഗ്രഹവ്യൂഹങ്ങളും ഈ ലോകങ്ങളും ഈ എന്താ പറയാ സമസ്തമായിരിക്കുന്ന എന്തെല്ലാം സൗരയൂഥം മുതൽ എല്ലാം ഭഗവാന്റെ ശരീരത്തിലുണ്ട്. അസംഖ്യമുണ്ടെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പഠിച്ചത് എന്താണ്? സമസ്തവും ഭഗവാനിലുണ്ട്, വിശ്വരൂപ ദർശനത്തിലുണ്ട്. ചിലത് മണ്ണ് കൊണ്ട്, ചിലത് പൊന്നുകൊണ്ട്, ചിലത് രത്നങ്ങൾ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോരോ ഭാഗങ്ങൾ ഭഗവാന്റെ. അവയിൽ ചില വലിപ്പമുള്ളതുണ്ട്, ചെറുതുണ്ട്. തേരിൽ ഇരിക്കുന്നത് കൊണ്ട് അർജുനൻ അതെല്ലാം കണ്ടു. അർജുനൻ ഇങ്ങനെ തേരിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാന്റെ ആ വിശ്വരൂപം ഇത്രയും വലുത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ കൃഷ്ണാർജുനന്മാർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങള്, ഈ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന അർജുനൻ തേരിൽ ഇരുന്നു കൊണ്ട് മുമ്പിൽ വലിയ രൂപത്തിൽ ഭഗവാനെ കാണിച്ചു കൊടുക്കാണ്. ഇത് കൃഷ്ണന്റെ അർജുനന്റെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. ഇത് ആ യുദ്ധഭൂമിയിൽ, ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മറ്റാരും അറിയുന്നുമില്ല, കാണുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്താ? ഭഗവാന്റെ ആ രൂപം ദർശിക്കാനുള്ള ദിവ്യ ചക്ഷുസ് ഭഗവാൻ ആർക്കാ കൊടുത്തിരിക്കുന്നത്? അർജുനന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ഈ കൊട്ടാരത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? സഞ്ജയന പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ സഞ്ജയന് ദിവ്യദൃഷ്ടി ആര് മൂലമാണ് ലഭിച്ചിരിക്കുന്നത്? വ്യാസന്റെ അനുഗ്രഹം കൊണ്ട്. ഈ വ്യാസൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോ വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സഞ്ജയന് കാണാൻ സാധിക്കും. സഞ്ജയൻ അത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ലിയർ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് സംശയമില്ലാതെ മനസ്സിലായില്ലേ? ഇനി 14ാമത്തെ ശ്ലോകമാണ്. വിസ്മയാവിഷ്ടോ ഹൃഷ്ട രോമാധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാശ്ചില ഭാഷത എന്നാണ്. പിന്നെ അർജുനനാകെ പരിഭ്രാന്തനായി. ഇത് കണ്ടപ്പോ അർജുനനാകെ വെപ്രാളം കൊണ്ട് വിസ്മയാധീനനായി എന്നാ പറയണത്. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, ഒരു ടെൻഷൻ അല്ല, ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കാണ്, വിസ്മയിച്ച് നിൽക്കാണ്. രോമാഞ്ചം വരികയാണ് അർജുനന്. കൃഷ്ണന്റെ മുമ്പിൽ അർജുനൻ ശിരസ് അങ്ങോട്ട് കുനിച്ചു. തൊഴുതു നിന്നുകൊണ്ട് അർജുനൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. ദിവ്യ ദർശനം ഉണ്ടായപ്പം തന്നെ, ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പം തന്നെ അർജുനന് കൃഷ്ണനോടുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം വന്നു. അതുവരെ അർജുനൻ കൃഷ്ണനോട് വെച്ച ബന്ധം വേറെ. ഇത് കണ്ടതിന് ശേഷം അർജുനന് ഭഗവാനോടുള്ള മാറ്റം അങ്ങോട്ട് മാറി ബന്ധത്തില്. അവർ തമ്മില് മുമ്പ് കൃഷ്ണനും അർജുനനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, സുഹൃത്ത് ബന്ധമായിരുന്നു. ഇപ്പൊ എന്തായി ഓർത്തു കഴിഞ്ഞാല് അർജുനൻ കൃഷ്ണന്റെ മുമ്പില് ആദരപൂർവം തല കുനിച്ച് വന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിശ്വസ്വരൂപിയായിരിക്കുന്ന ആ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുനൻ. ഈ ബന്ധം സുഹൃത്തിന്റെ ബന്ധമല്ല, ആശ്ചര്യാധാരങ്ങളുടേതാണ്. ആശ്ചര്യം കൊണ്ട് ആദരവുണ്ടായിരിക്കുകയാണ് അർജുനന്. അപ്പോ സകല ബന്ധങ്ങളുടെയും ഉറവിടമായ കൃഷ്ണനെ ഭക്തന്മാർ കാണുന്നത് ഏത് രീതിയിലാണ്? സാധാരണ ഒരു ഉണ്ണിക്കണ്ണന്റെ രീതിയിൽ. പക്ഷെ അതല്ല കൃഷ്ണൻ എന്ന് ഇവിടെ അർജുനന് ബോധ്യം വന്നിരിക്കുകയാണ്. ശാസ്ത്രങ്ങളില് 12 വിധത്തിലുള്ള മൗലികമായ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 12 തരത്തിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ശാസ്ത്രങ്ങളിൽ പഠിക്കുന്നുണ്ട്. കൃഷ്ണനിൽ ഈ 12 തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട്. ജീവാത്മാക്കൾക്ക് തമ്മിലോ ദേവന്മാർക്ക് തമ്മിലോ ഭഗവാനും ഭക്തന്മാർ തമ്മിലോ ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളുടെയും സാഗരം ഭഗവാനാണ്. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, കുട്ടികളായിട്ടുള്ള ബന്ധം, അയൽവക്കക്കാരായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്താവിന്റെ ബന്ധം, കാമുക ബന്ധം എന്ന് വേണ്ട എല്ലാ ബന്ധങ്ങളും ഭഗവാനിലാണുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ബന്ധങ്ങളും ഭഗവാനിൽ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. ഇവിടെ അർജുനൻ ആശ്ചര്യത്തിൻ്റെതായ ബന്ധത്തിൽ, അത് ഭയങ്കര ആശ്ചര്യമായിരിക്കുകയാണ് അർജുനൻ ഇത് കണ്ടപ്പോഴത്തേക്ക്. ആ ബന്ധത്തിൽ പ്രചോദിതനായിരിക്കുകയാണ് അർജുനൻ. ആകെപ്പാട് അർജുനൻ ഇങ്ങനെ ഒരു, നമ്മൾ പറയില്ലേ, സ്റ്റക്കായി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. കാരണം എന്താ? ഇത്ര കാലവും സുഹൃത്തായിരുന്ന ഒരാള് ഇപ്പൊ നമ്മുടെ കൂടെ കാലങ്ങളായിട്ടൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. ആ സുഹൃത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ ആ സുഹൃത്ത് പെട്ടെന്ന് ഒരു ദിവസം പറയണം ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ, അയാൾ ഒരു മുകളിൽ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക?
അയ്യോ ഇതായിരുന്നു ഇത്രയും കാലം ഞാൻ കണ്ടിരുന്ന സുഹൃത്ത്. അവിടെ നമ്മൾ ഷോക്കാവും. അപ്പൊ ഈ ലോകം മുഴുവൻ ആ കൃഷ്ണനിലാണ് എന്ന് അർജുനന് ബോധ്യപ്പെടുന്ന ആ സമയത്ത് അർജുനൻ ആകെപ്പാടെ സ്റ്റക്കായി പോയി. അപ്പൊ ആ അത്ഭുത ദർശനം കൊണ്ട് പ്രകൃത്യാ നിയന്ത്രിതാത്മാവും ശാന്തനുമായിരിക്കണം അദ്ദേഹം. ഇവിടെ വികാരധീനനായിരിക്കണം അർജുനൻ. ആകെപ്പാട് അർജുനൻ വികാരങ്ങൾ ഒരു വെപ്രാളത്തിന് അടിമപ്പെട്ടു പോയി. രോമാഞ്ചം കൊണ്ട് കൈകൂപ്പി ഭഗവാനെ പ്രണമിക്കുകയാണ്. അർജുനന് പേടിയല്ല ഉണ്ടായത്. നമ്മൾ പറയില്ല എന്താ അർജുനൻ പേടിച്ചു പോയത്, പക്ഷെ അർജുനന് പേടിയല്ല. അർജുനൻ വികാരധീനനായി കരഞ്ഞുകൊണ്ട് ആകപ്പാട് അത്ഭുതപ്പെട്ടിട്ട് ഭയങ്കര ആദരവോടുകൂടി അർജുനൻ കൈകൂപ്പിക്കൊണ്ട് ഭയമില്ലാതെ അർജുനൻ നിൽക്കുകയാണ്. ഭഗവത് വിഭൂതികൾ കണ്ട് ആശ്ചര്യമാണ് അർജുനൻ ഉണ്ടായിരിക്കുന്നത്. ഭഗവാന്റെ ഇത്രയും വിഭൂതികൾ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് അർജുനൻ. സ്വാഭാവികമായിരിക്കുന്ന ഒരു സുഹൃത്ത് ബന്ധത്തെ കീഴ്പ്പെടുത്തിയതിന്റെ പ്രതികരണമാണ് ഈ പ്രണാമം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു സ്വാഭാവികമായിരിക്കുന്ന സൗഹൃദ ബന്ധത്തിനും അപ്പുറത്തേക്ക് ഭഗവാന്റെ മുമ്പിൽ പ്രണമിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. ഇനി അർജുനൻ പറയാണ്, ഭഗവാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അർജുനൻ പറയാണ്, അർജുന ഉവാച എന്താ പറയുന്നത്? പശ്യാമി ദേവം സ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രാഹ്മണം മീശം കമലാസനസ്ഥം ഋഷീം ച സർവാനുരംഗാംശ ദിവ്യാൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർജുനൻ പറഞ്ഞു, കൃഷ്ണ അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റ് സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നുണ്ട് കൃഷ്ണ. മാത്രമല്ല താമരപ്പൂവിൽ ഇരിക്കുന്ന ബ്രഹ്മദേവനെ ഞാൻ കണ്ടു, അതുപോലെ മഹാദേവനെ കണ്ടു, ഋഷികളെ കണ്ടു, ദിവ്യ സർപ്പഗണങ്ങളെ ഞാൻ കണ്ടു. എല്ലാവരെയും ഞാൻ അങ്ങയുടെ ദിവ്യ ശരീരത്തിൽ കണ്ടു കൃഷ്ണ. പ്രപഞ്ചത്തിലുള്ള എല്ലാം അർജുനൻ അദ്ദേഹത്തിന്റെ രൂപത്തിൽ കാണാണ്. അതുകൊണ്ട് സൃഷ്ടിജാലത്തിൽ ആദിവനായിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൃഷ്ടി നടത്തുന്നത് ആരാണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനെ നമ്മൾ എന്താ വിളിക്കുക? വേഗം ടൈപ്പ് ചെയ്തിരു. ബ്രഹ്മദേവൻ എന്താ വിളിക്കുക? നമ്മള് പിതാമഹൻ എന്ന് വിളിക്കും അല്ലെ? ബ്രഹ്മദേവന്റെ മുകളിലിരിക്കുന്ന ഭഗവാനെ പ്രപിതാമഹൻ എന്ന് വിളിക്കും. ആ ബ്രഹ്മദേവനെയും പ്രപഞ്ചത്തിന്റെ അധസ്ഥലങ്ങളിൽ ഗർഭോദകശായിയായിരിക്കുന്ന വിഷ്ണുവിന് മെത്തയായില്ല ദിവ്യ സർപ്പത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ജീവാത്മാക്കളെയും ഭഗവാൻ അദ്ദേഹത്തിന്റെ നാഭിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഗർഭത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കും? ഗർഭോദകശായിയായിരിക്കുന്ന വിഷ്ണു എന്ന് വിളിക്കും. ആ ഗർഭോദകശായിയായിരിക്കുന്ന വിഷ്ണു കിടക്കുന്നത് എവിടെയാണ്? ഒരു ദിവ്യ സർപ്പത്തിന്റെ മുകളിലാണ്. ആ സർപ്പത്തെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സർപ്പശയ്യയുടെ പേരെന്താണെന്നറിയോ? ഭഗവാൻ കിടക്കുന്ന ആ സർപ്പശയ്യ എന്താണ്? ഭഗവാൻ കിടക്കുന്ന സർപ്പശയ്യയുടെ പേരെന്താ? ഭഗവാൻ കിടക്കുന്ന സർപ്പശയ്യയുടെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയോ? ഭഗവാൻ ഏത് സർപ്പശയ്യയിലാണ് ഭഗവാൻ കിടക്കുന്നത്? വാസുകി. അപ്പോ ആ വാസുകിയെയും ഞാൻ അവിടെ കണ്ടു. വാസുകി എന്ന പേരിൽ വേറെയും കുറെ സർപ്പങ്ങളുണ്ട്. ഗർഭോദകശായി ആയിരിക്കുന്ന വിഷ്ണു മുതല് പ്രപഞ്ച സർഗത്തിന്റെ മുകൾ നിലയിലിരിക്കുന്ന സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായിരിക്കുന്ന കമലാകൃതിയിലുള്ള, അതായത് താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഗ്രഹം വരെ അർജുനൻ ഭഗവാന്റെ ആ ദിവ്യ രൂപത്തിൽ കാണുന്നുണ്ട്. തേരിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സർഗാരംഭം മുതൽ അവസാനം വരെ ഉള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ കാണിച്ചു കൊടുത്തത്. ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ്, ദിവ്യ ചക്ഷുസ് കൊണ്ട് ഭഗവാന് അർജുനൻ ഇതെല്ലാം കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഇനി 16-ാമത്തെ ശ്ലോകമാണ്. അനേക ബാഹുദ്ധര വക്ത്ര നേത്രം പശ്യാമി തോം സർവധോ അനന്തരൂപം നാദം ന മദ്യം ന പുനസ്തവാദീം പശ്യാമി വിശേശ്വര വിശ്വരൂപ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പരംപുരുഷനായിരിക്കുന്ന ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാൻ അനന്തരൂപനത്രേ. അദ്ദേഹത്തിന് 1 രൂപം 2 രൂപം 3 രൂപം അല്ല ഉള്ളത്, അനേകായിരം അനന്തമായിരിക്കുന്ന രൂപങ്ങൾ ഭഗവാനുണ്ട്. പരമപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് അനന്തമായിരിക്കുന്ന രൂപങ്ങളുണ്ട്. അദ്ദേഹത്തിലൂടെ സർവ പ്രപഞ്ചങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും ഭഗവാനിലൂടെ എന്നാ പറയുന്നത്. ഇനി 17-ാമത്തെ ശ്ലോകമാണ്. കിരീടിനം ഗദിനം ചക്രിനം ച തേജോരാശിഷം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താത് ദീപ്താനലാർക്കദ്യുമിത പ്രമേയം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ആളിക്കത്തുന്ന തീയുടെയും
ആളിക്കത്തുന്ന ഒരു തീയുടെയും മധ്യാഹ്ന സൂര്യന്റെയും, ഉച്ചക്കിരിക്കുന്ന ആ സൂര്യന്റെയും പ്രകാശം പോലെ, എന്താ പറയാ, ചൂരെ പഴുക്കുന്നത്, അതായത് ഭയങ്കരമായി പഴുത്തിരിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം എന്ന് പറയുന്നത്. അത്രയും വലിയ പ്രകാശമാണ് അദ്ദേഹത്തിന്റെ ഈ രൂപത്തിൽ നിന്ന് വരുന്നത്. എങ്കിലും അനേക രീതിയിലുള്ള കുറെ കിരീടങ്ങള്, ഗദകള്, ചക്രങ്ങള് ധരിച്ച തേജോമയമായിരിക്കുന്ന ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു എന്ന് ഭഗവാനോട് പറയാണ്. ഈ രൂപം ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട്. ഒരിക്കലും എനിക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അത്രയും മഹനീയമായിരിക്കുന്ന പ്രഭാവത്തോടു കൂടിയിരിക്കുന്ന ഈ രൂപം ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇനി 18ാമത്തെ ശ്ലോകമാണ്. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മധോമേ എന്ന് പറയുന്നു. എന്ന് വെച്ചാല് ആദിമമായിരിക്കുന്ന പരമ ലക്ഷ്യം അങ്ങാണ്. എല്ലാത്തിന്റെയും പരമമായിരിക്കുന്ന ലക്ഷ്യം, എല്ലാത്തിന്റെയും ഡെസ്റ്റിനേഷനും സ്റ്റാർട്ടിങ്ങും എല്ലാം അങ്ങാണ്. ഈ ലോകത്തിന്റെ അന്തിമ വിശ്രമ സ്ഥാനവും അങ്ങ് തന്നെ. എത്ര ജന്മങ്ങൾ എടുത്താലും ശരി, അവസാനം ഈ ജീവാത്മാക്കളെല്ലാം പോയി ചേരേണ്ടത് ഭഗവാനിലേക്കാണ്. അതാണ് പറയുന്നത്, അന്തിമ വിശ്രമസ്ഥാനം, അവസാനം വിശ്രമിക്കേണ്ടത് അങ്ങയിലേക്ക് വന്നിട്ടാണ്. അവ്യയനായിരിക്കുന്ന, പുരാതനായിരിക്കുന്ന, ശാശ്വതമായിരിക്കുന്ന ധർമ്മത്തിന്റെ സംരക്ഷകനായിരിക്കുന്ന ചിത് പുരുഷൻ അത് അങ്ങാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം തുടക്കവും ഒടുക്കവും അങ്ങയിലാണ്. അങ്ങയുടെ മുകളിലും ആരുമില്ല, അങ്ങയുടെ താഴെയും ആരില്ല, എല്ലാം അങ്ങിലാണുള്ളത് എന്ന് അർജുനൻ വിശ്വസിക്കുന്നു എന്ന് പറയാണ്. ഇനി 19ാമത്തെ ശ്ലോകമാണ്. അനാദിമധ്യാനമനന്തവീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം തേജസ്സോ സ്വതേജസ്സ വിശ്വമിതം തബന്ധം എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് അവിടേക്ക് തുടക്കമില്ല, അങ്ങേക്ക് ഒരു സ്റ്റാർട്ടിങ് ഇല്ല, മധ്യമില്ല, നടുഭാഗമില്ല, അവസാനവും അങ്ങേക്കില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അങ്ങേക്ക് ഒടുക്കോ ഇല്ല, തുടക്കോ ഇല്ല, ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരുമാകുന്ന കണ്ണുകൾ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രന്മാരുമാണ്. അത് 1, 2, 3 അല്ല, കോടാനുകോടി സൂര്യചന്ദ്രന്മാരാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത്. അങ്ങയുടെ പ്രഭാവമാണത്. അങ്ങയുടെ അനേക കോടി സൂര്യചന്ദ്രന്മാരാണ് അങ്ങയുടെ കണ്ണുകളായിട്ട് അങ്ങേക്കുള്ളത്. വായയിൽ നിന്ന് തീയാണ് വരുന്നത്. ഭഗവാന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം തീയാണ്. അങ്ങയുടെ തേജസ് കൊണ്ട് ലോകമെമ്പാടും ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ അങ്ങയുടെ വിശ്വരൂപത്തിൽ കാണുന്നുണ്ട്. പരമദിവ്യോത്തമ പുരുഷന്റെ 6 വിഭൂതികൾക്ക് ഇവിടെ പരിധിയില്ല, അവസാനം ഇല്ല. ഇവിടെയും പലയിടത്തും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൃഷ്ണന്റെ വൈഭവത്തെ പറ്റി എത്ര വട്ടം ആവർത്തിക്കുന്നതും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അദ്ദേഹത്തെ പറഞ്ഞു എന്താ പറയാ, വിവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. സാഹിത്യപരമായിട്ടൊന്നും ഒരു തരത്തിലും ശാസ്ത്രത്തിനെ കൊണ്ടോ സാഹിത്യത്തിനെ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അദ്ദേഹത്തിന്റെ വിശ്വരൂപത്തെ വർണ്ണിക്കാനാവില്ല. സംഭ്രാന്തിയിലും ആശ്ചര്യത്തിലും ആവേശത്താലും ഒരിക്കൽ പറഞ്ഞത് വീണ്ടും പറയുന്നത് കൊണ്ട് തെറ്റുമില്ല. വീണ്ടും വീണ്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ദിവ്യരൂപത്തെ പറയുന്നത് കൊണ്ട് തെറ്റില്ല. അത് നമുക്ക് ആഗ്രഹം കൊണ്ടും നമ്മുടെ ഒരു ആവേശം കൊണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അവസാന ശ്ലോകം 20ാമത്തത്, അതായത് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ അവസാന ശ്ലോകം കേട്ടോ, വിശ്വരൂപത്തിന്റെ അവസാന ശ്ലോകമല്ല. അപ്പൊ 20ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിവ്യാപൃഥിവോരി മധമനന്തരം ഹി വ്യാപ്തം തൈകേയതിരശ്ച സർവാഹ ദൃഷ്ടാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവിദിതം മഹാത്മാൻ എന്നാ പറയുന്നത്. അങ്ങ് ഏകനാണെങ്കിൽ കൂടിയും ഭൂമിക അവകാശങ്ങളും സർവാധിക് മുഖങ്ങളും അങ്ങയിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഒറ്റയ്ക്കാണ്, അത് ഒറ്റ രൂപത്തിലാണെങ്കിൽ കൂടിയും സർവവും അങ്ങയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സർവോത്തമ, അതായത് പൂർണ്ണമായിരിക്കുന്നവനെ, ആശ്ചര്യമായിരിക്കുന്ന ഭയാവഹമായിരിക്കുന്ന ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുകയാണ്. അങ്ങയുടെ ഈ ഒരു ആശ്ചര്യപൂർണമായിരിക്കുന്ന ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രമിച്ചു നിൽക്കുകയാണ്. ദിവ്യാപൃഥിവ്യോ, അതായത് സ്വർഗങ്ങൾക്കും ഭൂലോകങ്ങൾക്കും ഇടയിലുള്ള ആകാശത്തെയാണ് നമ്മൾ ദ്യാവ്യാപൃഥിവോ എന്ന് പറയുന്നത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒരു ആകാശമുണ്ട്, അതിനാണ് നമ്മൾ
ദ്യാവ്യാവൃതിവോ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്രയം എന്ന വാക്കുകൾ, ലോകങ്ങൾക്കെല്ലാം മുകളിൽ, അതായത് എല്ലാ ലോകങ്ങളും ഇങ്ങനെ സംഭ്രമിച്ചു നിൽക്കുകയാണ്. പറയാൻ പറ്റുന്നില്ല ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട്, ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഭഗവാന്റെ വിശ്വരൂപം അർജുനൻ മാത്രമല്ല ഭഗവാന്റെ വിശ്വരൂപം കണ്ടത്, പിന്നെയോ മറ്റ് ഗ്രഹവ്യൂഹങ്ങൾക്കുള്ളവരും കാണുന്നുണ്ടോ എന്ന് അവ സ്പഷ്ടമാക്കുക. വേറെ ഗ്രഹങ്ങളിലുള്ളവരും കൂടി ഭഗവാന്റെ ഈ ദിവ്യരൂപം കാണുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അർജുനന്റെ വിശ്വരൂപ ദർശനം ഒരു സ്വപ്നമായിരുന്നില്ല. അർജുനൻ കണ്ട ഒരു സ്വപ്നമല്ല ഭഗവാന്റെ ദിവ്യരൂപ ദർശനം. പിന്നെയോ കൃഷ്ണന്റെ കരുണ മൂലം അർജുനന് കിട്ടിയ ദിവ്യ ദൃഷ്ടി സിദ്ധിച്ചവരെല്ലാം യുദ്ധരംഗത്തിൽ ഈ രൂപം ദർശിച്ചു എന്നാ പറയണത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാനിൽ നിന്ന് കിട്ടിയ ഒരു ദിവ്യ ചക്ഷുസ് ഉണ്ട്. ആ ദിവ്യ ചക്ഷുസ് കൊണ്ട് ഭഗവാന്റെ ഈ ദിവ്യരൂപം അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. അതായത് യുദ്ധത്തിലുള്ള എല്ലാവരും കണ്ടു എന്നല്ല പറയണത്. ആർക്കൊക്കെയാണോ ആ ദിവ്യ ചക്ഷുസ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് അവരെല്ലാവരും കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ അത് കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പൊ ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തെ കുറിച്ച് രാത്രി കിടക്കുമ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക. എന്താണ് ഭഗവാന്റെ ദിവ്യരൂപം? അതായത് നമ്മൾ ഈ സീരിയലുകളിലും യൂട്യൂബിലൊക്കെ കണ്ടതൊന്നുമല്ല, അങ്ങനെയൊന്നും നമുക്ക് അതൊന്നുമല്ല. അത് കാണുമ്പോഴേ നമ്മൾ അങ്ങ് ഷോക്കാണ്. അപ്പം ഏറ്റവും വലിയ ഉയർന്ന അവസ്ഥയിലാണ് ഭഗവാന്റെ ദിവ്യരൂപ ദർശനം. അപ്പൊ അതുപോലെ എല്ലാവരും ആലോചിക്കുക. നമ്മുടെ സ്കന്ദഷഷ്ടിയുടെ അന്നദാനം എല്ലാവരും മനസ്സിൽ വെക്കുക. 1001 പേർക്ക് മഞ്ജരീസ് അന്നദാനം നൽകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങൾക്കായിട്ട് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. 9342494941. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നൽകാം. അപ്പം അതിലേക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ സ്കന്ദഷഷ്ടി ദിവസം ഭഗവാന്റെ 6 പടൈ വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ട് നമ്മൾ ഭക്തർക്ക് അന്നദാനം നൽകുന്നതായിരിക്കും. 1001 പേർ. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. ആയുസ്സും ആരോഗ്യവും സമാധാനവും ശാന്തിയും എല്ലാം ഭഗവാൻ നൽകിയിട്ട് സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭഗവാൻ ഭക്തി നൽകട്ടെ. ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ഞാൻ ഇവിടെ വീട്ടിലുണ്ടാകുമ്പോൾ ജിമ്മിൽ പോകുന്ന മുടക്കാറില്ല, അത് അത്യാവശ്യമാണ്. ഹരേ കൃഷ്ണ.